ദൈവത്തിന്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് പകല് നമുക്കായി തന്ന ആ വലിയ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം നമ്മളെ അത്ഭുതപരമായി പോറ്റുന്നു, വലിയ നന്മകളാൽ ദൈവം പോറ്റുന്നു. കഴിഞ്ഞ നാളുകൾ നമ്മൾ കണ്ണുനീരൊഴുക്കിയ വിഷയത്തിനകത്തെല്ലാം കർത്താവായ യേശുവൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മറുപടി തരുന്നുണ്ട്, ആശ്വാസം നൽകുന്നുണ്ട്, സന്തോഷം നൽകുന്നുണ്ട്. ദൈവം നമ്മളെ വഴി നടത്തുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് സ്തോത്രം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വാക്കാണ് വിശ്വാസം. ഈ വചനത്തിനകത്ത് ദൈവവചനം പഠിപ്പിക്കുന്ന എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം. വിശ്വാസമുള്ളവന് മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റൂ. വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ കേട്ടു ഒരു വാക്യം നമ്മൾ കേട്ടു, സങ്കീർത്തന പുസ്തകത്തിനകത്ത് പറഞ്ഞ ഒരു വാക്യം വായിച്ചു. എന്തുവാ? കർത്താവിനെ നോക്കിയവരാരും ലജ്ജിച്ചു പോകാൻ ഇടവരുത്തിയില്ല. അപ്പൊ ക്രിസ്തുവിനെ കണ്ട ആരെയും ലജ്ജിക്കാൻ ദൈവം ഇടവരുത്തു? ഇന്ന് പകല് ഈ ഒരു വിശ്വാസം മതി. ഈ ഒറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിനകത്തുള്ള ഒറ്റ വിശ്വാസം മതി. എന്തുവാ? കർത്താവിനെ നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല, അവര് പ്രകാശിതരായി തീർന്നു, അവർ അനുഗ്രഹമായി തീർന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനെ കണ്ട് ഇറങ്ങി തിരിച്ച ഒരു കുടുംബത്തിന്റെയും ഒരാഗ്രഹം പോലും ദൈവം നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല. എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ആര് നടത്തി കൊടുക്കും? ദൈവം നടത്തി കൊടുക്കും. സ്തോത്രം. ഇന്ന് പകല് സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് വരുന്ന മുമ്പ് ഇന്ന് രാവിലെ ഒരു 5 മണിക്ക് ഒരു മെസ്സേജ് കേട്ടപ്പോ ഒരു മൊബൈലിൽ ഒരു വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഒരാൾ ഇട്ടു. ഇട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആദ്യം എന്നോട് പുള്ളി പറഞ്ഞു, പുള്ളിക്ക് കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ വാഗ്ദത്തം, ശക്തമേറിയ ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തതാ. സ്തോത്രം. വലിയൊരു രാജ്യത്തിലേക്ക്, വലിയൊരു കൺട്രിയിലേക്ക് സ്തോത്രം ദൈവത്തിന്റെ ദൂത് പ്രകാരം നിങ്ങൾ കടന്നു പോകും പറഞ്ഞതാ. ദൈവത്തിന്റെ ആലോചന അപ്പോഴ് ദൈവത്തിന്റെ ആലോചന അവരോട് ഷെയർ ചെയ്ത് അവര് പല സ്ഥലങ്ങളും പറഞ്ഞു. ആ സ്ഥലങ്ങളൊന്നും അല്ല, ദൈവം വെച്ചിട്ടൊരു സ്ഥലത്തേക്ക് അയക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ദൂത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8 വർഷത്തിന് മേലെ കാണുമായിരിക്കും. ദൂത് പറഞ്ഞിട്ട് 8 വർഷത്തിന് മേലെ. പുള്ളി ദുബൈയില് നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ, പക്ഷെ ദൈവത്തിന്റെ ദൂത് ഇത് കേട്ടപ്പോ മുതൽ പുള്ളി എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാ ന്യൂ ഇയർ സർവീസിനും പുള്ളിയെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, പുള്ളി നമ്മളെ വിളിക്കാറുണ്ട്, അങ്ങോട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവം വെച്ചിരിക്കുന്ന സ്ഥലത്തെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഇതെല്ലാം ന്യൂ ഇയർ സർവീസിനകത്തും പ്രാർത്ഥിക്കുന്നതാണ്. പുള്ളി വിളിക്കുമ്പോൾ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എനിക്കൊന്ന് കഴിഞ്ഞ 8 കൊല്ലമായി ഇത് പാർച്ചുകൊണ്ടിരിക്കും. ഞാൻ സത്യം പറയാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? മടുപ്പാകുന്നു. എല്ലാ ന്യൂ ഇയറും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മടിയാവുന്നു. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കർത്താവ് ഇത്രയെല്ലാം ആയില്ല, ഇത്രയും നാളായില്ലേ. സ്തോത്രം. ഞാൻ ദുബൈയിൽ പോയപ്പോൾ പരിചയപ്പെട്ട ഞാൻ ഉടനെ പാസ്പോർട്ട് എടുത്ത് നോക്കാൻ ഡേറ്റ് കറക്റ്റാണ്. ഇത്രയും വർഷമായി. സ്തോത്രം. ഇത്രയും വർഷമായിട്ട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ട് ആലോചന നിവർത്തിയാവുന്നില്ല. പക്ഷേ ഞാൻ മടുപ്പായി. ഞാൻ പറയുന്ന വ്യക്തി, ഞാൻ പറയാൻ മുഖാന്തരമാക്കിയ ഞാൻ മടുപ്പായി. പക്ഷെ എന്റെ ദൈവം പറഞ്ഞ ദൈവം മടുത്തിട്ടില്ല. ഞാൻ മടുപ്പായി. ഈ വർഷവും ന്യൂ ഇയർ സർവീസിന് ശക്തമായിട്ട് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി വിളിച്ചപ്പോൾ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇത് തന്നെ പറയുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെ പറയിപ്പിക്കത്തുള്ളൂ, ദൈവം പറയുന്നതേ പറയിപ്പിക്കത്തുള്ളൂ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ കർത്താവ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ച്? ഇത്രയും നാളായില്ലേ കർത്താവ്? ഇനി പുള്ളി വല്ലതും തിരിച്ചൊന്നും പറയുന്നില്ല. പുള്ളി എല്ലാത്തിനും ഗ്ലോറി പറയുന്നു, സ്തോത്രം പറയുന്നു, ആമീൻ പറയുന്നു. പുള്ളിക്ക് മടുപ്പായില്ലയോ? ഇനി എന്നോടുള്ള പുള്ളിക്കുള്ള സ്നേഹം പോയോ? വിശ്വാസം പോയോ? പക്ഷെ പോയിട്ടില്ല. കാര്യം എന്തുവാ? പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പുള്ളി ഇത് വേറെ ഒന്നുമില്ല. നമ്മൾ എന്തു പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ എന്ത് ദൈവത്തിന്റെ അള്ളപ്പാട് കേൾക്കുന്നു, ആ അള്ളപ്പാടിനെല്ലാം പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ദൈവത്തിന് നന്ദി പറയും, ആമീൻ പറയും. അപ്പോഴേ ഞാൻ തന്നെ ഓർത്ത്, ഈ വർഷവും ന്യൂ ഇയർ സർവീസിന് 2025 കയറിയപ്പോൾ ഈ വർഷം നിങ്ങൾ ആ വാഗ്ദത്തം പ്രാപിച്ചിരിക്കും. ഞാൻ എല്ലാ വർഷവും പറയുന്നു. കർത്താവ് എന്താ മറുപടി ഇല്ലയോ?
സ്തോത്രം. ഇന്ന് പകൽ പുള്ളി എനിക്കൊരു മെസ്സേജ് ഇട്ടു. രാവിലെ വെളുപ്പിനായിട്ട് പുള്ളി, നമ്മൾ ഉറങ്ങുവാന്ന് ഓർത്തായിരിക്കും പുള്ളി വിളിക്കാൻ. പുള്ളി മെസ്സേജ് സ്തോത്രം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ സിറ്റിയിലേക്ക് മാറിയെന്നു. സിറ്റിയിലേക്ക് മാറിയെന്ന് പറഞ്ഞാൽ പുള്ളി ദുബൈയില് അകത്തുള്ള സ്ഥലത്തായിരുന്നു പുള്ളി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴെന്റെ ധാരണ എന്തുവാ, പുള്ളിക്കാരൻ നേരെ സിറ്റിയിലേക്ക് വന്നു. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. ഞാൻ ആകെ മാനസികമായിട്ട് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്തായത് ഞാൻ ഈ മെസ്സേജ് കേട്ടത്. ഞാൻ പറഞ്ഞു പുള്ളി എന്തു സിറ്റിയിലേക്ക് മാറി. ഞാൻ പുള്ളിയോട് തിരിച്ച് മെസ്സേജ് ഇട്ടു. എന്ത് പറ്റി, ദുബൈയിലോട്ട് മാറിയോ? ദുബൈയിലോട്ടാണോ അല്ലെങ്കിൽ ഷാർജയിലോട്ടാണോ നിങ്ങൾ മാറിയത്? സ്തോത്രം. എന്ത് പറ്റി? അപ്പൊ പുള്ളിക്കാരൻ അടുത്ത മെസ്സേജ് ഉടനെ ഇട്ടു. പുള്ളി ഉറങ്ങിയിട്ടില്ല, പുള്ളി അപ്പോഴും ഇടുക. സ്തോത്രം. ഞാൻ ആസ്ട്രേലിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ബൂതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ഞെട്ടിപ്പു. പുള്ളി എന്നോട് അതിന് ഒരാഴ്ച മുമ്പേ എനിക്ക് എല്ലാം കിട്ടി ഞാൻ പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്ര ഞെട്ടൽ വരത്തില്ല. പുള്ളി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദൂത് പറഞ്ഞ് ഞാൻ മടുത്തുപോയി. പക്ഷെ ദൂത് പറയിപ്പിച്ച കർത്താവ് മടുത്തുപോയി. ദൂത് പറയിക്കാൻ മുഖാന്തരമായി ഞാൻ മടുത്തുപോയി. പക്ഷെ ദൂത് പറഞ്ഞ കർത്താവ് എന്ത് ചെയ്തില്ല? ദൂത് കേട്ട വ്യക്തി മടുത്തുപോയില്ല. ദൂത് കേട്ട വ്യക്തി മടുത്തുപോയെന്ന് ചോദിച്ചതിനെ പാസ്റ്റർ ഇതാണോ എപ്പോഴും പറയാനെന്ന് ചോദിച്ചത്. ഇതുവരെ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ദൂത് പറയാൻ മുഖാന്തരമായി ഞാൻ മടുത്തുപോയി. ഞാനിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് എന്താ ഞാൻ ഇനി എങ്ങനെ ദൈവത്തോട് സംസാരിക്കും? ഇതെല്ലാം എന്റെ പ്രശ്നം. ഇനി എങ്ങനെ പുള്ളിയോട് ഫേസ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവിനോട് രാവിലെ എന്നോട് വിളിച്ചു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയ ദൈവമേ, നീ നിന്റെ ഭാവിയെ കുറിച്ച് ഒരു മനുഷ്യൻ ദൂത് പറഞ്ഞത് മനുഷ്യനല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കർത്താവുണ്ട്. പറഞ്ഞ വ്യക്തി ചിലപ്പോൾ തളർന്നു പോകും, ആ വ്യക്തിക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ കേട്ടുപോയ നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ? കേൾക്കുന്ന നീ ഒരിക്കലും കൺഫ്യൂഷൻ പെടല്ലേ? നിന്നോട് പറഞ്ഞത് കർത്താവാണ് നീ വിശ്വസിച്ചെങ്കിൽ നീ കൺഫ്യൂഷൻ പെടത്തില്ല. നീ ആ ദൂതിന് വേണ്ടി കാത്തിരിക്കൂ. ആ ദൂത് നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം നിനക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പാടും. സ്തോത്രം. നമ്മുടെ സഭയ്ക്കകത്ത് ദൂത് കേട്ട് കാത്തിരിക്കുന്ന ദൈവമക്കളുണ്ട്, ഉപവസിക്കുന്ന ദൈവമക്കളുണ്ട്. അവരോടെല്ലാം ഞാൻ പറയുക, ഇന്ന് പകല് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ദൂതാ പറയുന്നത്. സഭയെ കുറിച്ച് ദൈവത്തിന്റെ ദൂത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലയോ? എല്ലാ വർഷവും ഞാൻ ന്യൂ ഇയർ സർവീസ് കഴിയുമ്പോൾ പറയും സഭയ്ക്ക് മാറ്റമുണ്ട് എന്ന് പറയും. അപ്പൊ ആ ദൂത് കേട്ടിരിക്കുക. നമ്മളെ എല്ലാം ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് പകല് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ആ ദൈവത്തിന്റെ ആലോചന കേൾപ്പിച്ചത്, ഇല്ലയോ? അപ്പൊ മടുത്തു പോവല്ലേ? പറഞ്ഞ വ്യക്തി അമ്മയല്ലേ, ഞാൻ വരുമ്പോൾ മടുത്തു പോകും. പക്ഷെ എന്നെ പറയിപ്പിച്ച വ്യക്തി എന്ത് ചെയ്യത്തില്ല? വാക്ക് മാറ്റുന്ന ആളല്ല. ഞാൻ വാക്ക് മാറും. പക്ഷെ എന്നെ പറയിപ്പിച്ച വ്യക്തി എന്ത് ചെയ്യുന്നില്ല? വാക്ക് മാറത്തില്ല. അങ്ങനെ വാക്ക് മാറുന്ന ദൈവത്തെ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം വാക്കുമാറുന്നവനല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മളെ കൈവിടുന്നവനല്ല. അതുകൊണ്ട് ഇന്ന് സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞു, അവരെ നോക്കിയവർ പ്രകാശിതരായി. നിന്റെ കണ്ണ് നീ ദൈവത്തെ നോക്കിയ ഇറങ്ങി തിരിച്ചെങ്കിൽ, ദൈവത്തെ മാത്രമാ കണ്ടിട്ടുള്ളതെങ്കിൽ, ലോകത്തെയോ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരെയോ ഇപ്പുറത്തെ വീട്ടുകാരെയോ അല്ലെങ്കിൽ ദേശത്ത് നടക്കുന്ന കാര്യങ്ങളെ ഒന്നും കണ്ടല്ല നീ ഇറങ്ങി തിരിച്ച് യേശുവിനെ നോക്കിയ ഇറങ്ങിയിട്ടെങ്കിൽ, കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെ ഒടുക്കി നിന്റെ പാപത്തെ, നിന്റെ ശരീരത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ നോക്കി നീ ഇറങ്ങി തുടങ്ങി ഒരിക്കലും നീ ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. അവരെ നോക്കിയവരെല്ലാം പ്രകാശിതരായിട്ടുണ്ട്. അതെ, കർത്താവിനെ നോക്കിയവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രകാശിതരായിട്ടുണ്ട്. ഇന്ന് കർത്താവ് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് വെളിപ്പെടുത്തിയത് എന്തുവാ? സ്തോത്രം. ഒരു വലിയൊരു വെളിച്ചത്തെ നമ്മൾ എടുത്തങ്ങ് മെഴുകുക, നമ്മൾ ഉള്ളിലോട്ട് മെഴുകുക. പ്രൈസ് ദി ലോർഡ്. ആ വെളിച്ചം പോകുന്നിടത്തെല്ലാം കത്തി പോവുക.
ഇരുളായി കിടക്കുന്ന ചിലതിനകത്തല്ല എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കത്തി കത്തി പോവുക. ചിലതിനകത്ത് എന്തുകൊണ്ട് നടക്കുക, രോഗസൗഖ്യം നടക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ രോഗിയാക്കി വെച്ചിരിക്കുന്ന ചില ശത്രുവിന്റെ ബന്ധനത്തെ ഇന്ന് പകരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ആ രോഗത്തെ സൗഖ്യമാക്കി 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 പോവുക. കാര്യമുള്ളൂ അവിടെ ഇരുളിന്റെ ആത്മാവിലെ ആ ഇരുളിനെ വായിച്ച് നിന്റെ ഈ ശരീരത്തിന്റെ അവയവത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനത്തെ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ഉച്ച മുതൽ ഉള്ളക്കാൽ വരെ, തലമുടി മുതൽ കാലിൽ നഖം വരെ തിരിച്ചറിയുന്ന രീതിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സൗഖ്യം ഇന്ന് പകരം കൈമാറിക്കൊണ്ടിരിക്കുക. നീ വിശ്വസിച്ചോ, നിന്റെ ലോക ബന്ധന ശരീരത്തിൽ അഴിയാൻ പോവുക. ആമേൻ. വൈദ്യശാസ്ത്രം, ഡോക്ടേഴ്സ്, മെഡിസിൻ കണ്ടുപിടിച്ച രോഗങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോവുക. നിന്റെ ശരീരത്തിൽ നീ പോലും അറിയാത്ത രോഗബന്ധനത്തെ യേശു അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവത്തെ ശുദ്ധിച്ച കർത്താവാണെങ്കിൽ നീ ഭാരപ്പെടണ്ട. ഏത് മുഴയെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്, ഏത് രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. ഇന്ന് വിശ്വസിക്ക്, ആ യേശുവിന് പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയുക, എന്ത് ചെയ്യുക, നിന്റെ ശരീരത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ശരീരത്തിന്റെ ചില അവയവങ്ങളിൽ ഇരുട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് പറയുക, അതിനകത്ത് പ്രകാശം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ഇതുവരെ കാണാത്തൊരു ജ്യോതി, നീ ഇതുവരെ കാണാത്തൊരു പ്രകാശം, ഇതുവരെ കാണാത്തൊരു വെളിച്ചം ഇന്ന് നിന്റെ ശരീരത്തിനകത്ത് വെളിപ്പെടുക. നിന്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന, നിന്റെ ശരീരത്തെ രോഗിയാക്കുന്ന ചില രോഗബന്ധനത്തെ യേശു ഇന്ന് സൗഖ്യമാക്കുക. സൗഖ്യത്തിന്റെ കാര്യം തുറക്കുക, അത്ഭുതത്തിന്റെ കാര്യം തുറക്കുക, അത്ഭുതത്തിന്റെ കാര്യം തുറക്കുക. ശരീരത്തിനകത്ത് ചില ബാധ ഒഴിയട്ടെ. ഭവനങ്ങളിൽ ശരീരത്തിന് ഒഴിയട്ടെ. അപ്പൊ തടസ്സങ്ങൾ മാറട്ടെ. നന്മ പ്രാപിക്കുവാൻ കഴിയാതെ തടസ്സമായിരിക്കുന്ന തടസ്സങ്ങൾ ഈ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ഇത് പ്രിയതേ മക്കളെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ആര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും? കർത്താവ് നമ്മളെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് ഈ ലോകത്തിൽ മാറ്റാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. നമ്മുടെ ഏത് ഭാരത്തെയും മാറ്റുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ വിശ്വസിക്ക്, എന്റെ കർത്താവിന് കഴിയും. എന്റെ കുടുംബത്തിന്റെ വിഷയത്തിനകത്ത് മറുപടി തരുവാൻ കർത്താവിന് കഴിയും. എന്റെ സാമ്പത്തിക വിഷയത്തിനകത്ത് മറുപടി തരുവാൻ കർത്താവിന് കഴിയും. എന്റെ കടഭാരത്തിനകത്ത് മറുപടി തരുവാൻ എന്റെ കർത്താവിന് കഴിയും. അപ്പാ പിതാവേ, എന്റെ ജോലി കാര്യത്തിനകത്ത് മറുപടി തരുവാൻ കർത്താവിന് കഴിയും. എന്റെ ഭവനത്തിന്റെ കാര്യത്തിനകത്ത് മറുപടി തരുവാൻ കർത്താവിന് കഴിയും. കർത്താവ് എപ്പോഴാ ഒരുക്കി വെച്ച് അതെനിക്ക് പ്രാപിച്ചേ പറ്റൂ. അതിന് തടസ്സമായി നിൽക്കുന്നതല്ല. യേശുവിന്റെ നാമത്തിൽ നിന്ന് പകലഴിയട്ടെ എന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, വിശ്വസിക്കാൻ തുടങ്ങ്. നിന്റെ കണ്ണിനെ കുരുടാത്ത അവസ്ഥ മാറട്ടെ. നിന്റെ കണ്ണിനെ പ്രകാശം വെളിപ്പെടാട്ടെ. രോഗസൗഖ്യം വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ തീ ഇന്ന് പകൽ ഇറങ്ങട്ടെ. അപ്പ വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ തീയായി വെളിപ്പെടാൻ കർത്താവേ.
ആമേൻ. സ്തോത്രം, സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രതികൂലങ്ങൾ കൊണ്ടുവരും. ആ പ്രതികൂലത്തിനകത്ത് നമ്മൾ തോറ്റുപോയാൽ ദൈവത്തിന്റെ നന്മയെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല, പ്രാപിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ സാധാരണപ്പെട്ട ഒരു വ്യക്തി പോവുക, ജീവിച്ചു മുന്നോട്ട് പോവുക, ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രതികൂലങ്ങൾ കൊണ്ടുവരും. നേരത്തെ മകളാമണിയാന്റെ സാക്ഷ്യം പോലെ രോഗങ്ങൾ കൊണ്ടുവരും, ക്ഷീണം ഒന്നിന്റെ പുറകെ ഒന്നാട്ട് കൊണ്ടുവരും. നീ വീണു പോവല്ലേ, ഇത് ആരുടെ തന്ത്രമാണ്? പിശാചിന്റെ തന്ത്രമാണ്. പിശാചിനറിയാം ഇവൻ വിടുതല പ്രാപിക്കാൻ തുടങ്ങി, പിന്നെ വിടുതല പ്രാപിച്ചുകൊണ്ടിരിക്കും. ഇവന്റെ വിശ്വാസം ഇരട്ടിയാവും. ആ വിശ്വാസത്തെ എന്ത് ചെയ്യാൻ പോവുക? തളർത്തുവാനാ ആര് നോക്കുന്നത്? പിശാച് നോക്കുന്നത്. തിരിച്ചറിയണം, നമ്മൾ ദൈവസ്ഥനിലേക്ക് അങ്ങോട്ട് അടുക്കാൻ തുടങ്ങുമായിരിക്കും പ്രതികൂലങ്ങൾ വരുന്നത്. ഈ പ്രതികൂലത്തെ നമ്മൾ കെയർ ചെയ്യാതെ, മൈൻഡ് ചെയ്യാതെ, ഈ പ്രതികൂലം വലുതാണെന്ന് എപ്പോഴും പറയാതെ, എന്റെ യേശുവിനോട് ഞാൻ അടുത്തോണ്ടിരിക്കുക, ഈ പ്രതികൂലം എനിക്കൊരു വിഷയമല്ല, അതിലും വലുത് എന്റെ യേശുവിന്റെ സ്നേഹമാണെന്ന് പറഞ്ഞ് നീ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്രതികൂലം മാറാം. പിന്നെ മുതൽ എന്ത് വരത്തില്ല? പ്രതികൂലം വരത്തില്ല. ഞാൻ ഒരു വാക്യം പെട്ടെന്ന് പറയുക. യേശുവച്ചൻ ഉപവാസം ഇരുന്നങ്ങോട്ട് തീയായി അങ്ങോട്ട് കത്തി ശുശ്രൂഷയിൽ പുറത്തു വരാൻ പോവുക. സ്നാനപ്പെട്ട് നേരെ അങ്ങോട്ട് ഉപവാസം ഇരിക്കാൻ പോകുക. ഈ ശുശ്രൂഷയിൽ ഇറങ്ങാൻ പോവുക. 40 ദിവസം രാവും പകലും ഇരുന്നു അങ്ങോട്ട് ശുശ്രൂഷയിൽ പുറത്തു വരാൻ പോവുക. തീയാട്ട് ശുശ്രൂഷ. അതുവരെ കർത്താവ് യേശുവിനെ എന്ത് ചെയ്തില്ല? ശുശ്രൂഷിക്കാതെ മാറി നോക്കുക. ഇനി അങ്ങോട്ട് ശുശ്രൂഷയെ അങ്ങോട്ട് വെളിപ്പെടാൻ പോവുക. 3.5 കൊല്ലം അങ്ങോട്ട് തീ കത്തിക്കാൻ പോവുക. ആ സമയത്ത് ആര് വന്നത്? എങ്ങനെ വന്നേ? വചനത്താൽ. അത് ഓർത്തോണം, ലോകകാര്യങ്ങൾ പറഞ്ഞോണ്ടല്ല, വചനത്താൽ. ഇന്ന് ചിലവരും ദൈവസന്നിധി വന്നിട്ട് ചിലവർ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ നോക്കി പറയുക, അയ്യോ അവരെന്തോ, അവരെ ഇവരെ നോക്കാൻ യേശുവിനെ പറഞ്ഞിട്ടില്ല. ആ ഈ സഭയെ നോക്കാൻ യേശുവിനെ പറഞ്ഞില്ല. യേശുവിനെ ഒരാളെ മാത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ നോക്ക്. ക്രിസ്തുവിനകത്ത് നോക്കുമ്പോൾ നിനക്ക് നീ കണ്ണുകൊണ്ട് ക്രിസ്തുവിനെ കാണുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് നീ പഠിക്കുമ്പോൾ എന്തെങ്കിലും ക്രിസ്തുവിനകത്ത് തെറ്റുണ്ടോ? നീ ആരെ നോക്കിയാൽ മതി? ക്രിസ്തുവിനെ നോക്കിയാൽ മതി. ക്രിസ്തുവിനെ നോക്കിയാൽ മതി. നീ ആ ക്രിസ്തുവിനെ നോക്കി ഓടിയാൽ മതി. ബാക്കിയുള്ളതെല്ലാം ആര് നടത്തി തരും? കർത്താവ് നടത്തി തരും. ക്രിസ്തുവിനെ നോക്കി ആരും ലജ്ജിക്കാൻ ദൈവം എന്ത് ചെയ്യത്തില്ല, ഇടവരുത്തത്. അവരെപ്പോഴും പ്രകാശിതരായി. കർത്താവ് യേശുവിനെ എന്ത് ചെയ്തു? പിശാചിനെ ജയിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ കാൽവരി ക്രൂശിൽ കർത്താവ് പറയുവോ അവന്റെ തലയെ ഞാൻ തകർത്തു. അതിന് മുമ്പേ അവന്റെ തല ഉണ്ടായിരുന്നു. അവന്റെ തല എവിടെ തകർത്തേ? കാൽവരി ക്രൂശിൽ യേശുവിനെ തകർത്തു. ഇനി അവന് തലയില്ല. തലയില്ലാത്ത ഭാഗം വെച്ച് അവൻ കളിക്കുന്നത്. അപ്പോഴും തലയെ തകർത്ത ക്രിസ്തു യേശു നിനക്ക് രാജാവായിട്ട് ഇരിക്കുമ്പോൾ, നിന്റെ ഭവനത്തിന്റെ നായകനാവുമ്പോൾ, നിന്റെ ഗുരുവാകുമ്പോൾ, നിന്റെ യജമാനാവുമ്പോൾ നിന്നെ തൊടുവാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. ഞാൻ അവനെ ജയിച്ചു, നിങ്ങളും അവനെ ജയിക്കും. ഞാൻ അവനെ ആരെ ജയിച്ചു? പിശാചിനെ ജയിച്ചു. അപ്പോഴും പ്രതികൂലം വരും. നമ്മളെ എപ്പോഴും എന്ത് ചെയ്യാം? നെഗറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ആര് നോക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥന കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ചില പ്രശ്നം വരും. ഈ പ്രാർത്ഥന കൂട്ടിയപ്പോഴാണല്ലോ നമ്മുടെ കുടുംബത്തിനകത്ത് ഈ വിഷയം വന്നത്. നേരത്തെ ഞാനും പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഞാൻ പോകുമായിരുന്നു. ഈ പ്രാർത്ഥന കൂടിയപ്പോഴും ഇത്രയൊന്നും പ്രാർത്ഥന വേണ്ട. നമ്മുടെ ഭവനത്തിനകത്ത് ഒരാളെ ഉള്ളിൽ കയറിയാൽ മതി, ബാക്കിയുള്ള പ്രാർത്ഥന പോകാൻ. ഞാൻ ഒരു കാര്യം ദൈവമക്കളെ പറയാം, ഈ പ്രതികൂലം വരുമ്പോൾ ഓർത്തോണം, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാ ഭയപ്പെടുന്നത്? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് ആരാ ഭയപ്പെടുന്നത്? പിശാചിന് ഭയപ്പെടാൻ തുടങ്ങി. അപ്പൊ ഓർക്കണം, ഇത്രയും കാലം എന്നെ അവകാശം പറഞ്ഞുകൊണ്ടിരുന്ന ആരാ? പിശാച. അവന് മനസ്സിലായി അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ പോവാന്ന്. അപ്പോഴവൻ ഓരോ വിഷയം കൊണ്ട് തരുക, നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക. പ്രാർത്ഥന കൂടി കഴിഞ്ഞാൽ അവൻ അറിയാം ആരോട് അടുക്കുമെന്ന്. കർത്താവിനോട് അടുക്കും. കർത്താവിനോട് അടുത്ത് കഴിഞ്ഞാൽ അറിയാം, പിന്നെ ഇവനെ കിട്ടത്തില്ല, അവന്റെ റൂട്ട് പോകും. അതിനെന്ത് പിശാച് പല പരീക്ഷ കൊണ്ടുവരും. കർത്താവിൽ നമ്മുടെ പ്രാർത്ഥന എത്തി കഴിയാൽ പിന്നെ പിശാചിന് അതിലോട്ട് കയറാൻ പറ്റില്ല. അത് ആ ഒരു പിരീഡ് വലിയ കാര്യമാണ്. അത് പ്രാപിക്കേണ്ട ആരാ? നമ്മളാ. നമുക്ക് മനസ്സിലാക്കി തരും. ജീവനുള്ള ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാൽ അവന് വിടുതലുണ്ട്. ഇതെല്ലാം കാണിച്ചു തന്നിട്ട് നമ്മൾ ദൈവസ്ഥനിലേക്ക് അടുക്കുന്നത്, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ആ പ്രാർത്ഥന ദൈവം കേൾക്കാൻ തുടങ്ങുന്നതിന്റെ അടുത്ത നിമിഷമാണ് ആര് കയറാൻ തുടങ്ങുന്നത്? പിശാച് തടയാൻ നോക്കുന്നത്. അപ്പോഴാ ഓരോ പ്രതികൂലം കൊണ്ട് തരും, ഓരോ വിഷയം കൊണ്ട് തരും. കുടുംബത്തിനകത്ത് കലഹം, അല്ലെങ്കിൽ സമാധാനക്കേട്, രോഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം കൊണ്ട് തരും. അയ്യോ, ഞാനിത് പ്രാർത്ഥിക്കാൻ ഉപവാസം ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം അങ്ങോട്ട് വന്നേന്ന് അങ്ങോട്ട് നമ്മൾ പറയാൻ തുടങ്ങും, ചിന്തിക്കും.
ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴ് ആർക്ക് ജയം എടുക്കാൻ തുടങ്ങും? പിശാച് ജയിക്കാൻ തുടങ്ങും. അപ്പോഴും നമ്മൾ പറയുക, നീ ഇനി എന്തൊക്കെ പ്ലാൻ കൊണ്ടുവന്നാലും. ഇന്ന് തുല്യം ചൊല്ലാന്നുള്ള പാട്ടെല്ലാം പാടി നമ്മൾ ജീവനേക്കാൾ കർത്താവിനെ സ്നേഹിച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ സ്നേഹിച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പരാജയമാവത്തില്ല. നമ്മളെ ജീവനേക്കാൾ ആരെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം. ഈ ജീവൻ തന്ന കർത്താവ്, തെരഞ്ഞെടുത്ത കർത്താവ്, വിളിച്ചത് കർത്താവ്. ആ കർത്താവിനെ ഒന്ന് സ്നേഹിച്ച് നോക്ക്. പ്രതികൂലം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും അങ്ങോട്ട് പ്രാർത്ഥിക്കണം, പിശാചേ നിന്റെ പ്ലാൻ ഒന്നും പറ്റത്തില്ല. ഞാൻ രോഗിയായാലും, ഞാൻ കടഭാരമായാലും, മാനസിക ക്ലേശമുണ്ടായാലും ഞാൻ ദൈവത്തെ വിട്ട് നീ ഒരു ജീവിതമില്ല. കാര്യം എന്തുവാ? ദൈവത്തിന് മാത്രമേ നീ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. പിശാച് പിന്നെ വിട്ടു, പിന്നെ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. യേശുവിനെ 3 വട്ടം പിശാച് 3 രീതിയിൽ പരീക്ഷിച്ചു നോക്കി. അവിടെ യേശുവിനെ വചനത്താൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, പിശാച് യേശുവിനെ വിട്ടുപോയി. ഇതേപോലെ ആരെയും വിട്ടുപോകും? നമ്മളിത് വിട്ടുപോയാൽ പിന്നെ നമ്മുടെ കൂടെ ആരായിരിക്കുന്നത്? കർത്താവ് ഡയറക്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമായിട്ട് അടുത്തുകൊണ്ടിരിക്കുക. ആർക്ക് വരാൻ പറ്റത്തില്ല? പിശാചിന് വരാൻ പറ്റില്ല. ആ പിരീഡ് ആവശ്യം. ഇവിടെ വെച്ച പലരും തെറ്റിപ്പോകുന്നത്, ഇവിടെ വെച്ച പലരും എന്ത് ചെയ്യുന്നത്? മടുപ്പായി പോകുന്നത്, പ്രാർത്ഥനയിൽ നിന്ന് മടുപ്പാവുന്നത്. അവര് പിന്നെയും വരുമ്പോഴും ഒന്നേന്ന് പറഞ്ഞു വരണം. ഒന്നേന്ന് പറഞ്ഞു വരും. അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ പ്രതികൂലം വരുമ്പോഴേ പിന്നെയും അവർ കളഞ്ഞിട്ട് പോകും. പിന്നെയും ഒന്നേന്ന് പറഞ്ഞു വരണം. സ്തോത്രം. ദൈവത്തിന്റെ സ്ഥലം നിരപ്പ് പ്രാപിച്ച് ദൈവമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കയറത്തില്ല? പിശാചിന് കയറാൻ പറ്റത്തില്ല. അവന് മനസ്സിലാവും ഇനി ഒരു പ്ലാനും ഇവരുടെ മേൽ ജയിക്കാൻ പറ്റത്തില്ല. ഞാൻ വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വിശ്വാസഗോളത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ശത്രുക്കൾ മേശക്ക് അബോധികോ, ഇവര് ദൈവത്തിന്റെ വിടുതലൊന്നും ഇവർ കണ്ടിട്ടില്ല. ഇവർ കണ്ടിട്ടില്ല ദൈവത്തിന്റെ വിടുതൽ എന്തുവാന്നോ, ദൈവം എന്താണെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. പക്ഷെ ഇവര് വന്ന് നെഹെമ്യാ രാജാവിന്റെ ഫ്രണ്ടിൽ വന്ന് പറയുക, ഞങ്ങൾ നമസ്കരിക്കുന്നു, ഞങ്ങൾ ഇപ്പൊ ഇവത്തെ നമസ്കരിക്കുന്നു. അപ്പൊ ഓർത്തോണം, അടിമയായി കിടന്നവരവര്. അടിമത്തത്തിൽ നിന്ന് നെഹെമ്യാ രാജാവ് കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ രാജമക്കൾ, രാജപുത്രന്മാർ ജീവിക്കുന്ന അതേപോലുള്ള സുഖം കൊടുത്ത്, ആ സ്തോത്രം അധികാരം കൊടുത്ത് ഉമ്മമാരെ പഠിപ്പിച്ചു കൊണ്ടുവരിക. കാര്യം എന്ന് പറഞ്ഞാൽ നെഹെമ്യാ രാജാവിന് അറിയാം, രാജകൊട്ടാരത്തിനകത്ത് വസിക്കുന്നതിന്റെ കാട്ടി ബുദ്ധി ഞാനും ആർക്കൊണ്ടെന്ന്? ഉമ്മാർക്കൊണ്ടെന്ന്. അതിനെ ഉമ്മാരെ തെരഞ്ഞെടുത്ത് ഉമ്മാർക്ക് ഇത്രയുള്ള സൗഭാഗ്യം കൊടുത്തു. അന്ന് ഇവരുടെ കൂടെ ഉള്ള ബാക്കിയുള്ളവരെല്ലാം അടിമത്തത്തിൽ കിടക്കുക, ഒരു വിടുതലില്ല കിടക്കുക. ആ സമയത്ത് യുവാക്കളെ ഇവര് എല്ലാ സന്തോഷം അനുഭവിച്ചു പോവുക. ആ സമയത്താ പറയുന്നത്, നെഹെമ്യാ രാജാവ് പറയുന്നത് നമസ്കരിക്കാൻ പറയുന്നത്. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഞാൻ എപ്പോഴും എന്നെ ബലപ്പെടുത്താറുണ്ട്. പല ക്ഷീണാവസ്ഥകളും പ്രതികൂല അവസ്ഥകൾ വരുമ്പോഴെല്ലാം എന്നെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവര് പറയുന്ന ഒറ്റ വാക്ക്, ഞങ്ങൾ അവയെ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ആ യഹോവയെ അല്ലാതെ ഞങ്ങൾ വേറെ ആരെയും നമസ്കരിക്കത്തില്ല. അതിന് മുമ്പ് ഒരു വാക്കുകൂടെ പറയും. എന്ത് പറയും? ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കുന്ന, പിതാക്കന്മാർ സേവിച്ചു വരുന്ന യഹോവയെ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ മറ്റേ ആരെയും എന്ത് ചെയ്തില്ല? നമസ്കരിക്കും. അടുത്ത് കഴിയുമ്പോൾ ഒരു വാക്കുകൂടെ അവർ ഉപയോഗിക്കുന്നു, വിടുവിക്കുന്നോ വിടുവിക്കാത്ത ഞങ്ങളുടെ വിഷയം. ഇന്ന് ദൂത് പറയുമ്പോഴും ഓർത്തോ ദൈവമക്കളെ, സ്തോത്രം, ദൂത് നടത്തേണ്ടത് ദൂത് പറയുന്ന വ്യക്തിയല്ല നടത്തേണ്ടത്. ദൂത് സ്തോത്രം, ദൈവം ദൂത് പറയാൻ മുഖാന്തരമായ വ്യക്തിയല്ല ദൂത് നടത്തേണ്ടത്. ദൂത് പറയിച്ചൊരാളാണ്. സോറി, ഞാൻ എനിക്ക് പറയാൻ മാത്രമേ പറയണ്ടുള്ളൂ. എന്നെ പറയിപ്പിച്ച ഒരാളുണ്ട്. പറയിപ്പിച്ച ആളിന്റെ അടുത്ത് നീ വിശ്വസ്തത വായിച്ചാൽ മതി. ദൂത് നടക്കാതെ നിന്റെ വിഷയം നീ പറയേണ്ട പറഞ്ഞോ. നിന്നോട് ഞാൻ പറയും, നീ പറഞ്ഞോ. ദൂത് പറയാൻ ഞാൻ നിന്നെ വിളിച്ചേക്കുന്നു, തെരഞ്ഞെടുത്തേക്കുന്നു. ഞാൻ നിന്നോടൊരു ദൂത് പറയും, ആ ദൂത് മുഖത്ത് നോക്കി പറയണം. സഭയുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞോണം, ദൈവമക്കളോട് പറഞ്ഞോണം. സൂപ്പിക്കാവുന്ന പരിപാടിയല്ല ദൂത്. ദൂത് ഷാർപ്പായിട്ട് പറഞ്ഞോണം. ദൂത് പറയുന്ന ജോലിയേ ഉള്ളൂ എനിക്ക്. ഇത് പറയിപ്പിച്ച ഒരാളാണ്, പറയിപ്പിച്ച ആളാ. ദൂത് കേട്ട ആളുവാട്ടാ എഗ്രിമെന്റ് ഉറയ്ക്കണം. ദൂത് പറയിച്ച ആള് വാക്ക് മാറത്തില്ല, പറയിപ്പിച്ച ദൈവം ഒരിക്കലും വാക്ക് മാറത്തില്ല. കേട്ട വ്യക്തി മാറാതിരുന്നാ മതി. ദൂതിനനുസരിച്ച് എന്ത് ചെയ്തോണം? ആര് ബലപ്പെടുത്തിക്കോളും?
ഞാൻ ഒരു 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 പെട്ടെന്ന് ചിന്തയിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം വരെ ഇങ്ങനെ കറക്റ്റായിട്ട് പോകും. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 തിരഞ്ഞെടുക്കണം. അടുത്ത മുന്നോട്ടുള്ള ഭാവി കാര്യത്തിനകത്ത് എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. നിനക്ക് മെഡിസിൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സയൻസ് എടുക്കണം. പഴയ രീതി പറയുവാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ 4th ഗ്രൂപ്പ് എടുക്കുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കണക്കും ഇങ്ങനെ തുടങ്ങി നീ എന്ത് ചെയ്യണം? 4th ഗ്രൂപ്പ് എടുക്കണം. ഇല്ലേ? ആ തെരഞ്ഞെടുപ്പ് എവിടാ തുടങ്ങുന്നത്? 10ാം ക്ലാസ് കഴിയുമ്പോഴേ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എന്തോ ആവാൻ പോവാണ്. പിന്നെ മുതൽ നമ്മൾ ഒറ്റ ഏമും അതിനു വേണ്ടി. അതേപോലെ ദൈവമക്കളെ, ദൈവം നിന്നെ വിളിച്ചു വിരിച്ച് തെരഞ്ഞെടുത്ത് ദൈവം നിന്നോട് ദൂത് പറഞ്ഞാൽ നിനക്ക് ഒറ്റ ഏമ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. വേറെ ഒന്നിലോട്ട് ചിന്തിക്കാനും പോകണ്ട, പോകാനും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നിൽക്കല്ല. നീ എന്ത് ചെയ്യണം? ഒറ്റ ഓട്ടം. ആരെ നോക്കിയാ? ക്രിസ്തുവിനെ നോക്കി. ക്രിസ്തു പറഞ്ഞതാ, കർത്താവ് പറഞ്ഞതാ. കർത്താവ് പറഞ്ഞതാ, എന്റെ ഭാവി കാര്യങ്ങളെല്ലാം ആരാ ചിന്തിക്കുന്നത്? കർത്താവാ. എന്റെ ഭാവി കാര്യമെല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കർത്താവാ. എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ അടച്ചു വെച്ചെന്ന് പറഞ്ഞാലും, ഏതൊക്കെയെല്ലാം ശക്തി അതിനെതിരെ നിന്നാലും, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് ഞാൻ പ്രാപിച്ചിരിക്കും. ആ വാഗ്ദത്തം ഞാൻ പ്രാപിച്ചിരിക്കും. എന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് ഞാൻ പ്രാപിച്ചിരിക്കും. കാര്യമൊന്നും എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത് പറയാൻ മാത്രമായി വ്യക്തിയല്ല എന്റെ വിഷയം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പറയാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് ഞാനുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ഞങ്ങൾ ഒരുക്കപ്പെടുക, ബലപ്പെടുക. ഞാനും എന്റെ കുടുംബവും ആ ദൂത് പ്രാപിക്കും. ആ ഒറ്റ ലക്ഷ്യത്തോട് ഓടുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ആ ദൂത് നിനക്ക് പ്രാപിക്കാൻ പറ്റും. നമ്മള് വർഷങ്ങൾ കൊണ്ട് മാസം കൊണ്ട് കാത്തിരുന്ന പ്രാർത്ഥിച്ച വിഷയമായിരിക്കാം, വിഷയങ്ങളാവാം. പക്ഷെ ദൈവത്തിന് കണ്ണടച്ച് തുറക്കുന്ന ഈ നിമിഷമേ ഉള്ളൂ മറുപടി തരാം. അയ്യോ എനിക്ക് ഇത്രയും രൂപ കടവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രോഗം. കർത്താവിന് ഇതെല്ലാം പ്രവർത്തിക്കുക ഒറ്റ സെക്കൻഡ്. എങ്ങനെ എന്നൊന്നും ചോദിക്കണ്ട. അതെല്ലാം ആരും വെച്ചിട്ടുണ്ട്? കർത്താവ് വെച്ചിട്ടുണ്ട്. സ്വന്തം എന്റെ ജോലി കാര്യം, എന്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എന്റെ കഴിവോ ഏജൊന്നും അല്ല വിഷയം. കർത്താവിന് പ്രവർത്തിക്കാൻ എന്നുണ്ട് ഒറ്റ നിമിഷമാണ്. അപ്പോഴെന്ത് ചെയ്യണം? ആ ദൂത് എനിക്ക് പ്രാപിക്കുന്നതിലേക്ക് ഞാനും എന്റെ കുടുംബവും മാറണം. ദൂത് കേട്ടാ പിന്നെ എന്റെ ഫ്യൂച്ചർ, പിന്നെ മുന്നോട്ടുള്ള ഭാവി എല്ലാം അതിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. ഇല്ലേ? 10ാം ക്ലാസ് കഴിയുമ്പോഴ് സയൻസ് എടുക്കുന്നവൻ അടുത്ത നേഴ്സിംഗിന്റെ ആ ഒരു ചിന്തയിലേക്ക് മാറുക. പിന്നെ അവന്റെ ലക്ഷ്യം അതാ. അതേപോലെ തന്നെ ദൈവസഭയിൽ വരുന്ന ദൈവപൈതലെ ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂതിനെ മാത്രം നോക്കിക്കോണം. നോക്കുന്നെങ്കിൽ ആ ദൂത് ആരും നിവർത്തി തരും? ഇത് ദൂതിലേക്ക് പോയിട്ട് സംശയം. ദൈവത്തിന് മറുപടി തരാൻ പറ്റുമോ? ദൈവത്തിന് മറുപടി തരാൻ പറ്റുമോ? സ്തോത്രം. മറുപടി തരാൻ പറ്റുമോ? ദൈവത്തിന് മറുപടി തരാൻ പറ്റത്തില്ല. ദൈവത്തിന് മറുപടി തരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൂത് ഉറച്ചോണം. ആ ദൂതിലേക്ക് ഓടി നോക്കിക്കോണം. ദൈവം അനുഗ്രഹിക്കും. ദൈവസഭയിൽ വരുന്ന ദൈവമക്കൾക്ക് പ്രതികൂലം പ്രയാസം വരുമ്പോൾ ക്ഷീണിച്ചു പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അപ്പോഴേ നിങ്ങൾ ഓർത്തോണം, എന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കാൻ പോവുക. അത് ആർക്കറിയാം? വിശാലിന് അറിയാം. അവൻ കൊണ്ടുവരുന്ന പ്ലാനാ. ഇവിടെ ഞാൻ വീട് പോകല്ലേ. ശത്രുക്കൾ മേശക്ക് അബോനികോ പറഞ്ഞ പോലെ എടുത്തവായി പറയണം. വിടുവിക്കാത്ത ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന ദൈവമുണ്ട്. അതേപോലെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എനിക്ക് പ്രതികൂലമോ പ്രയാസമോ പ്രാർത്ഥന കൂടുമ്പോഴും ഉപവാസം കൂടുമ്പോഴും വന്നാലും ഞാൻ പതറിപ്പോത്തില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. അങ്ങോട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാർത്ഥന ഉറപ്പോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ദൈവം പ്രവർത്തിക്കും. ഇന്ന് ദൈവം ഒരു ദൂത് പോലും ദൈവം എന്ത് ചെയ്യത്തില്ല, നടത്തി തരാതെ പോകത്തില്ല. ദൈവം എല്ലാ ദൂതും ആർക്ക് നടത്തി തരും? ദൈവമക്കൾക്കായ നമുക്ക് നടത്തി തരും. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതും ദൂത് പറഞ്ഞിരിക്കുന്നതും തരാനാ. അല്ലാതെ അവൻ പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യാനല്ല, കളിപ്പിക്കാനല്ല. കളിപ്പിക്കുന്ന എല്ലാ പരിപാടി ആർക്കുള്ളതാണ്? മനുഷ്യർക്കുള്ള പരിപാടിയാണ്. പക്ഷെ ദൈവത്തിന് കളിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിശ്ചയമായി ദൈവം തരും. വിശ്വസിക്ക്, എന്റെ ദൈവം തരും. ഇന്ന് പകല് ദൈവം എനിക്ക് വിടുതൽ തരും. ഇന്ന് പകൽ എനിക്ക് ദൈവ സൗഖ്യം തരും. ഇന്ന് പകൽ എന്റെ സമാധാനം തരും. എന്റെ കുടുംബത്തിനകത്ത് സന്തോഷം തരും. എന്റെ തലമുറ അനുഗ്രഹപ്പെടും. ഞങ്ങളുടെ ദേശത്ത് മാനിക്കപ്പെടും. ദേശത്തിന്റെ ഫ്രണ്ടിൽ ഞങ്ങളൊരു അപമാനമായിട്ട് നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഞങ്ങളെ ബന്ധുക്കളെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. പലർക്കും ഞങ്ങളൊരു സംസാര വിഷയമാണ്. ആ സംസാര വിഷയം മാറാൻ പോവുക. ആ ടോപ്പിക്ക് മാറാൻ പോവുക. ദൈവത്തിന്റെ നാമത്തിലുള്ള അനുഗ്രഹത്തിന്റെ ടോപ്പിക്കിലേക്ക് എന്നെ എന്റെ കുടുംബത്തെ തലമുറ ദൈവം കൊണ്ടുവരാൻ പോവുക. എന്ന് പകൽ നീ വിശ്വസിക്കും.
അതേപോലെ സ്തോത്രം ഉപവാസമിരിക്കുമ്പോൾ നമ്മൾ ഉപവാസമിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഉപവാസമിരിക്കുമ്പോൾ ലോകത്തില്ലാത്ത തിരക്ക് കൊണ്ടുവരും. ഉപവാസം എന്തിനു വേണ്ടിയുള്ള ദൈവമായിട്ടിരിക്കാനാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഉപവാസം ഇരിക്കുമ്പോഴാ കറങ്ങി നടക്കുന്നത്. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, തിരക്കാവുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, മുസ്ലിംസ് നോയമ്പിരിക്കും. ഇപ്പൊ നോയമ്പ് നടന്നുകൊണ്ടിരിക്കും. ഉമ്മാരുടെ പരിപാടി എന്തുവാ? വെളുപ്പനെ 5 മണി വരെ കഴിക്കാം. 5 മണി വരെ ആഴ്ച വയറെല്ലാം ഫുള്ളാക്കിയിട്ടാണോ ഒറ്റ ഉറക്കവും. പിറ്റേന്ന് വൈകിട്ട് 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. പിന്നെ നേരെ പോയി വാങ്ങി കുടിക്കും, അടുത്ത് കഴിക്കും. അതല്ല നോയമ്പ്. മുസ്ലിംസിന്റെ ആചാരത്തിനകത്തുകൊണ്ട് അതല്ല നോയമ്പ്. ഇത്രേ സമയം ഉമ്മനീര് പോലും അരക്കാതെ അവൻ ഇരുന്ന് എന്ത് ചെയ്യണം? അവൻ ഇരുന്ന് വാങ്ങി വിളിക്കണം. ഇതെല്ലാം അവനും കൊടുത്തേക്കുന്നേ. ദൈവമക്കളെ, നമുക്ക് വാസം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളൊരു 7 ദിവസത്തേക്ക് എല്ലാം ലീവ് എല്ലാം എടുത്ത് ഉപവാസം ഇരിക്കുക, അല്ലെങ്കിൽ 21 ദിവസത്തേക്ക് ഇരിക്കുക, 3 ദിവസത്തേക്ക് ഇരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രാവിലോട്ട് യാത്രയാണ്. ഉപവാസം ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഉപവാസം ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തോട് ഇരിക്കുക. 7 ദിവസം ഉള്ളിരിക്കുന്നതോ ഉച്ചവരെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ വൈകിട്ട് വരെ ഇരിക്കുന്നതോ ഒന്നും അല്ല വിഷയം. ഉപവാസം എന്ന് പറഞ്ഞാൽ ആരോടൊപ്പം ഇരിക്കുന്നതാണ്? ജഡത്തെ തകർത്ത് മാറ്റിക്കൊണ്ട് മുഴങ്കാല് മടക്കി ദൈവമായിട്ട് ബന്ധപ്പെട്ട് ദൈവമായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരിക്കുന്നതാണ് ഉപവാസം. ആ ഉപവാസം ആർക്ക് വേണ്ടത്? ആ ഉപവാസത്തിനകത്ത് വിടുതൽ നടക്കുന്നത്. നമ്മൾ ഉപവാസം ഇരുന്നിട്ട് ആള് മാറിയില്ല എങ്കിൽ, പഴയ പോലെ തന്നെ നേരത്തെ കഴിക്കുമ്പോ തന്നെ ഇരിക്കുന്ന രീതിയിലാണെങ്കിൽ, ആ ഉപവാസം ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഉപവാസം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം അല്ല, ടൈം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഉപവാസം ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടി. ഞാൻ 2025 നിങ്ങളെല്ലാം ഉപവാസം ഇരിക്കണം. സഭയായിട്ടിരിക്കുന്ന ഉപവാസമല്ല, നിങ്ങളായിട്ട് പേഴ്സണലായിട്ട് ഉപവാസം ഇരിക്കണം. കാര്യം എന്തുവാ? ഉപവാസം നിങ്ങൾക്ക് പ്രാധാന്യപ്പെട്ടതാ. ആ ഉപവാസം പ്രാധാന്യപ്പെട്ടുകൊണ്ടിരിക്കണം. ആ പ്രാധാന്യം കൊടുത്തിരിക്കുന്നുവെങ്കിൽ ഈ 2025 3-ാം മാസമായി ഈ മാസം മൂലം പല വിടുതലും നന്മകളും വാഗ്ദത്തങ്ങളും ആര് വെച്ചിട്ടുണ്ട്? ദൈവം നമുക്കായി വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് ഇരിക്കുക. നമ്മളൊരു 3 ദിവസം ഇരിക്കുക, പിന്നെ നമുക്ക് ഇരിക്കുന്ന നമ്മളെ ഇരുത്തുക, പിന്നെ ഇരിക്കാനുള്ള കൊതി വരിക. അതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന് നമ്മൾ ഉപവാസം ഇഷ്ടപ്പെട്ടു, ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നതിന്റെ അർത്ഥം. ചിലവർ ഉപവാസം വെച്ചിട്ട് മൊത്തം സ്വന്തക്കാരുടെ വീട്ടിൽ പോകാം, ആ കൂട്ടുകാരെ കാണാൻ പോക്കാം, അയൽക്കാരെ കാണാൻ പോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവാം. ഉപവാസം ഇരുന്നാൽ നിന്റെ സംസാരം എല്ലാം സ്റ്റോപ്പ് ചെയ്തോണം. ഉപവാസം പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആരോടാ സംസാരിക്കേണ്ടത്? ദൈവമായിട്ടാണ് സംസാരിക്കേണ്ടത്. പ്രാർത്ഥനയും അല്ലാതെ മാനുഷിക സംസാരങ്ങൾ എല്ലാം ഇത് ചെയ്തോണം, മാറിക്കോണം. മാനുഷിക സംസാരത്തിനൊന്നും അല്ല പ്രാധാന്യം കൊടുക്കേണ്ട, ആരുമായിട്ടാ. പക്ഷേ ഇങ്ങനെ നമ്മൾ ഉപവാസം ഇരിക്കുമ്പോൾ ഈ മാനുഷിക സംസാരവും അന്ന് നമ്മളെ വീട്ടിൽ വരാത്ത ബന്ധുക്കളെല്ലാം വരും, അന്ന് വരാത്ത സുഹൃത്തുക്കളെല്ലാം വരും, നാട്ടുകാരെല്ലാം വരും. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം അന്ന് കൊണ്ടുവരും. എന്നാൽ നമ്മൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളായിട്ട് കാത്തിരുന്ന ഇവരൊന്നും വരത്തില്ല. അല്ലാത്തപ്പോ ഇവരെല്ലാം വരും. അതിന്റെ പ്ലാൻ ആരുടെയാന്ന് മനസ്സിലാക്കണം. ആരുടെയാ? ഈ ഉപവാസം ഇരുന്നാൽ നീ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും എല്ലാം പ്രാപിക്കുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അല്ലെ, സ്തോത്രം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. നീ ഓർത്തോണോ ഇത് വരുന്നത് എന്തിനു വേണ്ടിയാ? ഈ കൊണ്ടുവരുന്നതിനക്കും ഈ വരവും എല്ലാം എന്തിനു വേണ്ടിയാ? സ്തോത്രം. പിശാചിന്റെ പ്ലാന്, പദ്ധതിയാണ്. സ്തോത്രം. അതിനെ മനസ്സിലാക്കി ജയിച്ചാൽ ദൈവമഹത്വം ദൈവം അനുഗ്രഹം ചെയ്യാൻ പറ്റും. സ്തോത്രം. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഭവനത്തിനകത്ത് ഇരിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ അകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വീട്ടിൽ വന്നു.
സുഖമില്ലാത്തൊരു മനുഷ്യൻ, പകുതി സുഖമില്ലാത്തൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ ഇടയ്ക്ക് സമയത്തെല്ലാം അതിലെ വരും. എനിക്ക് ആ മനുഷ്യനിൽ ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന് വരും, ഒരു ട്രാക്ട് തരും, കയറി ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഒറ്റ പോകും. അല്ലാതെ ആ വീട്ടിലെ കാര്യങ്ങൾ അറിയാനോ പരിചയപ്പെടാനോ ഒന്നും പുള്ളിക്ക് താല്പര്യം. കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും കൊടുത്താൽ പുള്ളി സന്തോഷത്തോട് മേടിക്കും, പോകും. അല്ലാതെ പുള്ളിക്ക് അവിടുത്തെ ചരിത്രം അറിയാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അറിയാനോ ഒന്നും പുള്ളി നിൽക്കത്തില്ല. പുള്ളിക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് പുള്ളി അറിയാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്നു. പകുതി പുള്ളിയുടെ ക്ലിയർ ആവത്തില്ല, ശബ്ദമല്ല. പുള്ളി സുഖമില്ലാത്ത മനുഷ്യൻ വന്നു. പുള്ളി വരുമ്പോ എല്ലാം ഞാൻ മിക്കവാറും അകത്തിരുന്ന് പാർച്ചുകൊണ്ടിരിക്കുമ്പോ ആയിരിക്കും പുള്ളി വന്ന് പുറത്ത് വന്ന് സുനിതയോടാണ് സംസാരിക്കുന്നത്. അവിടെ വന്ന് പാർച്ചു. കഴിഞ്ഞ ദിവസം ഇതേപോലെ വന്ന് ഞാൻ ഇങ്ങനെ അകത്തിരുന്ന് പാർച്ചുകൊണ്ടിരിക്കുമ്പോഴേ പുള്ളി കൊണ്ട് കയറി വന്നിട്ട് പറഞ്ഞു, സഭയെ കുറിച്ചുള്ള ദൂത് പറഞ്ഞു. ഞെട്ടിപ്പോയി. വലിയ ഫേമസ് ആളൊന്നുമല്ല, ആരും വലുതായിട്ട് കാണുന്ന ഒരു വ്യക്തിയുമല്ല. ഞാൻ അകത്തിരുന്ന് ആ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു, പുള്ളി പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയവും പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് പോലും അറിയുന്നില്ല പുള്ളി എന്തു പറഞ്ഞില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പുള്ളി ഒരു ദൂതാന്ന് പറഞ്ഞത്, പുള്ളി ദൈവത്തിന്റെ ആലോചനയാന്ന് പറഞ്ഞ് പുള്ളിക്ക് തന്നെ അറിയുന്നത്. പുള്ളി എന്ത് ചെയ്തു? സാധാ പോലെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ പുള്ളിയുടെ വാക്ക് മൊത്തവും ദൂതായി. പക്ഷെ ആർക്ക് മനസ്സിലായി? നമുക്ക് മനസ്സിലായി. നമ്മൾ പാർശ്വദിക്കുന്ന വിഷയം നമുക്ക് മനസ്സിലായി. നമ്മളെ അത് കേൾപ്പിച്ചതിന് വേണ്ടിയാ, നമ്മളെ ധൈര്യപ്പെടുത്താൻ, ബലപ്പെടുത്താൻ. കാര്യം സ്തോത്രം, ദൈവം വലിയ വേറൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ധൈര്യപ്പെടുത്തില്ല. ഇതൊന്നും അറിയാത്ത സുഖമില്ലാത്തൊരു മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുന്നുമില്ല ഞാൻ ദൂതാണെ പറഞ്ഞതൊന്നും പറയുന്നുമില്ല, ഒന്നും പറയുന്നില്ല. പുള്ളി സാധാ രീതി പ്രാർത്ഥിച്ചു, പുള്ളിക്കുള്ള ദശാംശം സന്തോഷത്തോട് പ്രാർത്ഥിച്ചു, പുള്ളി മേടിച്ചോണ്ട് പോയി. പുള്ളി അല്ലാതെ പുള്ളി അവിടെ ഒന്നും. സ്തോത്രം. ഞാൻ പോയി കഴിഞ്ഞപ്പോഴാ ഞാൻ സുനിതയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് പറഞ്ഞ ദൂതും മൊത്തവും ദൂതാണ്. പക്ഷെ ആ പാവപ്പെട്ടവൻ അറിയത്തില്ല ഇത് ദൂതാ പറഞ്ഞത്. ദൈവം പറഞ്ഞിരിക്കുന്ന ആലോചനയാണ്. ഞാൻ പാസ്സാന്ന് പോലും പുള്ളിക്കാരൻ അറിയത്തില്ല. സ്തോത്രം. പ്രൈസലോ. അതാണ് ആരുടെ പദ്ധതി? ദൈവത്തിന്റെ പദ്ധതി. ദൈവം അയച്ചു, ഒരുവൻ വന്നു, പറയേണ്ടത് പറഞ്ഞു, പോയി. പറഞ്ഞവനല്ല പ്രാധാന്യം, പറയിപ്പിച്ചവനാ പ്രാധാന്യം. പറഞ്ഞവൻ ഒരു വിഷയമല്ല, പറയിപ്പിച്ചവനാണ് വിഷയം. പറയിപ്പിച്ചവനാണ് നമ്മളുമായിട്ട് എഗ്രിമെന്റ് തരേണ്ടത്. പറയുന്നവനല്ല തരേണ്ടത്. ആരെ തരേണ്ടത്? പറയിപ്പിച്ച ദൈവമാണ് തരേണ്ടത്. പറയിപ്പിച്ച ദൈവമാണ് തരേണ്ടത്. അത് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ആർക്ക് പ്രാപിക്കാം? നമുക്ക് പ്രാപിക്കാം. ഞാൻ ഇങ്ങനത്തുള്ള എല്ലാ കേസും എടുക്കുന്നതാണ്. അപൂർവമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം ദൈവത്തിന്റെ ഇതാ. എന്തുവാ? വേറെ ഒന്നും പുള്ളിക്ക് അറിയണ്ട. പുള്ളി വരുക, അവിടെ ആരെ താമസിക്കുന്നതെന്ന് അറിയണ്ട, വിശ്വാസിയാന്ന് അറിയണ്ട, വിശ്വാസി അല്ലയോ എന്ന് അറിയണ്ട. പുള്ളി വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ഒറ്റ പ്രാർത്ഥന കയറും. സ്തോത്രം. പുള്ളിയുടെ പോളിസിയാണ്. അതാണ് ദൈവമക്കൾക്ക് ദൈവദാസന് വേണ്ട. എന്നാൽ ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ചരിത്രം ഇവിടുത്തെ ചരിത്രം ഒന്നും അറിയേണ്ട കാര്യമില്ല. വരുക, പോവുക. കാര്യം പറഞ്ഞിട്ടുണ്ടോ? പോവുക. സ്തോത്രം. ഞാൻ ഓർക്കുക, ദൂത് പറഞ്ഞ ദൂത് പോലും പുള്ളിക്ക് അറിയത്തില്ല എന്താ ദൂത്. അല്ലെങ്കിൽ ദൂത് അറിയാതെ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ദൂതാന്ന് പറഞ്ഞു. പക്ഷേ ദൈവം നമ്മളുമായിട്ട് തലേന്ന് വരെ പാർച്ചു വെക്കുന്ന വിഷയമാണ് മൊത്തമായി ഇതിനെ വെളിപ്പെടുത്തിയ മറുപടി കേൾപ്പിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ. അപ്പോൾ പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, പറയിപ്പിക്കുന്ന ദൈവം പറയാൻ ആരെ ഉപയോഗിക്കും? കാക്കയെ ഉപയോഗിക്കും, കഴുതയെ ഉപയോഗിക്കും, മൃഗത്തെ ഉപയോഗിക്കും, മനുഷ്യനെ ഉപയോഗിക്കും, ആരെ ഉപയോഗിക്കും. പക്ഷെ ഈ പറഞ്ഞ മൃഗത്തിനോ അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തിക്കോ അല്ല പ്രാധാന്യം, പറയിപ്പിച്ച ദൈവത്തിനോ. ആ ദൈവം നമ്മളുമായിട്ടാ ബന്ധം. ആ ദൈവം ആർക്ക് തരേണ്ടത്? നമുക്ക് ഇന്ന് മനസ്സിലാക്കിക്കോണം. ദൈവം എന്നെ എന്റെ കുടുംബത്തെ ഒരു നൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായ നൂറിന്റെ വൃത്തിയാക്കി. മടുത്തു പോകല്ലേ. ദൈവത്തോട് അടുക്കുമ്പോ പ്രതികൂലം വരും. മടുത്തു പോകല്ലേ. ആ പ്രതികൂലത്തെ ജയിച്ചോണം. എത്ര പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും ഞാൻ മാറത്തില്ല. സ്വന്തം ഞാനിത് അത് പ്രാപിക്കും. ദൈവം എന്നോട് പറഞ്ഞതാ, ഞാനും എന്റെ കുടുംബവും അത് പ്രാപിക്കുമെന്ന് ദൂത് പറഞ്ഞിട്ടുള്ള ഞാനും അത് കുടുംബവും പ്രാപിക്കും. നമ്മൾ ആരാധനയെ മുടക്കാൻ അല്ലെങ്കിൽ നമ്മളെ പ്രാർത്ഥനയെ മുടക്കാൻ, ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തെ മുടക്കാൻ പല രീതിയിലും ആര് നോക്കും? ശത്രു നോക്കും. പല വ്യക്തികളെ ഉപയോഗിക്കും. അവിടെ നിന്ന് വീട് പോകല്ലേ. വീട് പോയാൽ നമുക്ക് ആരെയും പ്രാപിക്കാൻ പറ്റത്തില്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിന്നാൽ മതി. ആ ദൈവം വാക്തത്വം ദൂതുമെതിയും
നിവർത്തിയാക്കി തരും. സ്തോത്രം, നിവർത്തിയാക്കി തരും. ഞാൻ സ്തോത്രം, ചില വ്യക്തികൾ ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചാൽ തന്നെ ഞാൻ ദൈവ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവശബ്ദം വ്യക്തിബന്ധങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ അദർശമായ ദൈവത്തിന്റെ കരത്തിന് പലതും ചെയ്യുവാൻ കഴിയും. എന്നുമില്ലായ്മയെന്ന് ഉളവാക്കുവാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും. ഇന്ന് ദൈവസ്ഥലി നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. എന്തുവാ? ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന, എന്നെ വിളിച്ചിരിക്കുന്ന, എന്റെ ശരീരത്തിനകത്തും എന്റെ ഭവനത്തിനകത്തും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്ക് പലതും ചെയ്യുവാൻ കഴിയും. ഒന്നുമില്ലായ്മയെന്ന് ഉളവാക്കുവാൻ കഴിയും. എനിക്ക് പലതും ഉളവാക്കാൻ കഴിയത്തില്ല. പലതിനും ഞാനൊരു പരാജയമാണ്, പലതിനും ഞാൻ തകർന്നു പോയവരാ, പലതിനും ഞാൻ വീട് പോയവരാ. പക്ഷെ എന്റെ ദൈവത്തിന് കഴിയും, എന്റെ ദൈവത്തിന് കഴിയും, എന്റെ ദൈവത്തിന് കഴിയും, എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ അങ്ങനെ അവിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന്, എന്നെ വിളിച്ച ദൈവത്തിന്, എന്റെ ബന്ധുക്കളോ എന്റെ സ്വന്തക്കാരിലോ എന്റെ കൂട്ടുകാരിലോ എന്റെ നാട്ടിലോ എന്റെ നാട്ടിൽ കഴിവുള്ള അനേകരുണ്ടായിട്ട് അവർക്കൊന്നും കൊടുക്കാത്ത സൗഭാഗ്യം ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിയത്തില്ല. പക്ഷെ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവശക്തിക്ക് എല്ലാ വിഷയത്തിനകത്ത് പരിഹാരം നൽകുവാൻ കഴിയുമെന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ഭവനത്തിൽ നിന്റെ ആവശ്യത്തിനകത്ത് ആര് പ്രവർത്തിക്കും? കർത്താവ് യേശു അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്യുവാനാ ആരിറങ്ങിയിരിക്കുന്നേ? ദൈവം വന്നിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് വായിക്കാം. യോനയുടെ ചരിത്രത്തിലേക്ക് വരാം. അതിന്റെ അമിഹാലി സ്തോത്രം വായിച്ച വായനത്തിലേക്ക് അത് കടന്നു വരാം. സ്തോത്രം. 1 മുതൽ വായിച്ചു, 2 വാക്യങ്ങൾ വായിച്ചു. അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് താർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യോഫോവിലേക്ക് ചെന്നു. ഒരു മിനിറ്റ്. ഈ യോനയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്ക് അത് കൊടുക്കത്തില്ല. നമുക്ക് യോഗ്യത കണ്ടിട്ടല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഏൽപ്പിച്ചത്. യോഗ്യത ഉണ്ടെങ്കിൽ നമ്മളായിട്ട് യോഗ്യതയുള്ള എത്രയോ പേരുണ്ട്, ഇല്ലേ? എത്രയോ പേരുണ്ട്. പല ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കർത്താവ് എനിക്കൊരു അവസരം തന്നൂടെ, ഒരു അവസരം തന്നു. പക്ഷെ എന്നെ ഏൽപ്പിക്കേണ്ടത് മാത്രമേ ആരേൽപ്പിക്കത്തുള്ളൂ? എന്നെ ഏൽപ്പിച്ചത് മറ്റയാളെ ഏൽപ്പിക്കത്തില്ല. എന്നെ ഏൽപ്പിച്ചത് മറ്റയാളെ ഏൽപ്പിക്കത്തില്ല. അങ്ങനെ അത് പാസ്റ്റർമാർക്കെല്ലാം ഒരേ സ്വഭാവമാവും. ആണോ? ഒരേ ശുശ്രൂഷ ചെയ്യുന്നത്, ഒരേ വേല ചെയ്യുന്നത്, ഒരേ അല്ലെങ്കിൽ പെട്ടകമാ ചുമക്കുന്നത്, ഒരേ പെട്ടകത്തെ ഉയർത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ഒരേ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവരും സ്വഭാവം ഒരേപോലാണോ? ആണോ? ഓരോരുത്തരുടെ ശുശ്രൂഷ ഓരോ രീതിയാണ്. ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോഴ് ഒരു കാര്യം ഓർത്തോണം, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കുന്ന പോലെ അനുഗ്രഹമല്ല എനിക്ക് തരുന്നത്. എന്റെ അനുഗ്രഹം വേറെയാണ്. എന്റെ അനുഗ്രഹം, എന്റെ നന്മ വേറെ. സ്തോത്രം. എന്റെ അനുഗ്രഹവും നന്മയും വേറെയാണ്. ഇപ്പം സ്തോത്രം, ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സ്തോത്രം പഠിക്കുന്നത്, അല്ലെ ഏറ്റവും കൂടുതൽ സ്തോത്രം പൈസ ചെലവാക്കുന്നത്, ഏറ്റവും കൂടുതൽ ഓടുന്നത്, സമയം ചെലവഴിക്കുന്നത് എല്ലാം ഈ മെഡിസിന് വേണ്ടി, അല്ലേ? എന്ന് പറഞ്ഞ കാര്യം എന്തുവാ? ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഏത് ഫീൽഡിനാണ്? പക്ഷെ അതിലും സമ്പത്ത് കിട്ടുന്ന ജോലി അനേകമുണ്ട്, ശമ്പളം കിട്ടുന്ന അനേകം ജോലികളുണ്ട്. അതിനൊന്നുമല്ല നിൽക്കുന്ന കാര്യം. എന്തുവാ? എളുപ്പമാർഗം എന്തുവാ നോക്കുന്നത്? എന്നാൽ മെഡിസിൻ പഠിക്കുന്ന എളുപ്പമാർഗമല്ല, ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും അത് പഠിച്ചാൽ എന്തെങ്കിലും അല്ല ആവാന്നുള്ള ധാരണയിലാണ് ഓടുന്നത്. പക്ഷെ കർത്താവിന് ഒരാളെ അനുഗ്രഹിക്കാൻ ഈ മെഡിസിൻ പഠിച്ചെന്ന് പറഞ്ഞു, മറ്റുള്ളത് പഠിച്ചെന്ന് പറഞ്ഞു ഒന്നുമില്ല. ദൈവത്തിന് ഒരാളെ അനുഗ്രഹിക്കാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവ് അനുഗ്രഹിക്കും. അവർക്കൊരു വാദം തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആര് തുറന്നുകൊണ്ടിരിക്കും? ദൈവം തുറന്നുകൊണ്ടിരിക്കും.
പൊന്ന് തന്നെ സ്തോത്രം ബ്യൂട്ടീഷ്യൻ മാറി അടുത്ത എന്തോ കോഴ്സ് പഠിക്കണം, അടുത്ത എന്തുവാ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ കൂടുതൽ പഠിക്കാൻ ഈ സമയങ്ങളൊന്നുമില്ല, പ്രായമായി വരുക. ഇനി അടുത്ത എന്തോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ഇല്ല. ദൈവം ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മാനിക്കാൻ പറ്റും, അനുഗ്രഹിക്കാൻ പറ്റും. അതിനകത്തുനിന്ന് ആർക്ക് അനുഗ്രഹിക്കാൻ പറ്റും? ദൈവത്തിന് അനുഗ്രഹിക്കും. നമുക്ക് സ്തോത്രം 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. സ്തോത്രം ചിലപ്പം അവൻ ഡിഗ്രി കഴിഞ്ഞവന്റെ കാട്ടിയും വലിയ അനുഗ്രഹമായിരിക്കും ആർക്ക് തരുന്നത്? ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തരും. ദൈവം നമുക്കൊരു ഒരു ഒരു സ്തോത്രം ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായി ആരും അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹമാവും. ഇല്ലയോ? സ്തോത്രം. ഒന്നും വേണ്ട, ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ. സ്തോത്രം. ഒരാള് എന്നാല് ഒരു സഹോദരൻ വന്ന് പറഞ്ഞ്, നിങ്ങൾ പെന്തിക്കോസ്തി വരുമ്പോൾ അവരങ്ങ് അനുഗ്രഹപ്പെടും. ഞാൻ പറഞ്ഞ അനുഗ്രഹപ്പെടാൻ കാര്യം എന്തുവാ? 1000 രൂപ ശമ്പളവും ഡെയിലി 1000 രൂപ ശമ്പളവും 25 ദിവസം ഒരു മാസം 25 ദിവസം അല്ലെങ്കിൽ 24 ദിവസം ജോലി ചെയ്യാം, ബാക്കി ദിവസം അവധിയും. 24 ദിവസം 1000 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ 24,000 രൂപ 24,000 രൂപ കിട്ടും. 1000 രൂപ ജോലിയായാലും വീട്ടിൽ ചെല്ലുന്നത് 300 രൂപയായിരുന്നു, ബാക്കി 700 രൂപയും അടിച്ചു കൊടുക്കും. മദ്യപിക്കാൻ എടുക്കും, അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യത്തിന് എടുക്കും. 300 രൂപ വീട്ടിൽ ചെല്ലുന്നു. വീട് അനുഗ്രഹപ്പെടും. യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞപ്പോ അദ്ദേഹം മദ്യപാനം വിട്ടു, പുകവലി വിട്ടു, മറ്റുള്ള ദുശീലങ്ങളെല്ലാം വിട്ടു, മറ്റുള്ള കൂട്ടുകെട്ട് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോ പലതും ചെയ്യാൻ ഭയമായി. കാര്യം ചെയ്യുന്നതെല്ലാം തെറ്റാ. ആ തെറ്റിനകത്ത് ആരും നിൽക്കത്തില്ല, ദൈവം നിൽക്കത്തില്ലെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴേ ആ തെറ്റിന്നെല്ലാം പുറത്തോട്ട് വരാൻ തുടങ്ങി. ഒരു വീടിനകത്ത് 1000 രൂപ കിട്ടിയതിനകത്ത് 900 രൂപ വീടിനകത്ത് ചെല്ലും. 100 രൂപയുടെ അല്ലറയുള്ള ചെലവേ പുള്ളിക്ക് കാണത്തുള്ളൂ, ചായ കുടിയോ അല്ലെങ്കിൽ മറ്റുള്ളതേ കാണത്തുള്ളൂ. കുടുംബം അനുഗ്രഹപ്പെടുവോ? 300 രൂപ കൊണ്ട് കുടുംബം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ പുള്ളിക്ക് ആ ഭവനത്തിനകത്ത് 900 രൂപ വന്നു. 900 രൂപ വന്നപ്പോ എന്തുവാ? 600 രൂപ സേവിംഗ് ആയിട്ട് അവർ മാറ്റി വെച്ചു. അല്ലെങ്കിൽ 300 രൂപ വേറെ സേവിംഗ് ആയിട്ട് ബാക്കി 600 രൂപ ചെലവാക്കി നോട്ടിക്കും. ഭവനത്തിനകത്ത് അനുഗ്രഹപ്പെടുവോ? ഒരു സേവിംഗ് ഉണ്ടാവോ? നന്മയുണ്ടാവോ? അതാണ് പ്രിയ സഹോദര പെന്തിക്കോസ്തിനകത്ത് ദൈവം വരുമ്പോൾ അനുഗ്രഹിക്കുന്നത്. കാര്യം എന്തുവാ? അനാവശ്യമായ പൈസ ഒന്നും എന്ത് ചെയ്യുന്നില്ല. പിന്നെ അവൻ ജോലി ചെയ്യുന്നിടത്ത് അവൻ അനുഗ്രഹപ്പെടാൻ തുടങ്ങും, അവന്റെ ശമ്പളം മാറാൻ തുടങ്ങും, അവന്റെ ജോലിയുടെ അവസ്ഥ മാറാൻ തുടങ്ങും. ആരനുഗ്രഹിക്കും? ഒരു മാസം 24 ദിവസമുണ്ട്. അവൻ ജോലിക്ക് പോകുമ്പോഴും 300 രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 24 ദിവസത്തിനകത്ത് 10 ദിവസം രോഗിയായിട്ടും കിടക്കുക, പോയില്ലേ? 14,000 രൂപ കിട്ടിയുള്ളൂ. അതിനകത്ത് 300 രൂപ കഷ്ടവും കടവുമായി. പിന്നെയും കടം മേടിച്ചാ ജീവിക്കുന്നത്. അടുത്ത കടം വീട്ടാൻ വേണ്ടി അടുത്ത മാസം പോവുക. എന്നാ നീ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോ നിന്റെ ദൈവത്തിനകത്ത് രോഗമില്ല, പ്രയാസമില്ല, സങ്കടമില്ല. 24 ദിവസവും നിനക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, വരുമാനം നിന്റെ കുടുംബത്തിനകത്ത് സേവിംഗ് ഉണ്ട്. നീ അനുഗ്രഹപ്പെടുത്തില്ലേ? ഇങ്ങനെയാണ് ദൈവമക്കൾ അനുഗ്രഹപ്പെടുന്നത്. അങ്ങനെ അനാവശ്യമായ ദൈവമക്കളുടെ പൈസകൾ അവിടെ പോകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ പാർച്ചോണം, അനാവശ്യമായ എന്റെ പൈസ ഹോസ്പിറ്റലിൽ പോകല്ലേ, ഗുളിക മേടിക്കാൻ പോകല്ലേ. കാര്യം എന്തുവാ? എനിക്ക് ദൈവം തന്ന അധ്വാന ഫലമാണ്. അത് ഞാനും എന്റെ കുടുംബം അനുഭവിക്കാവുന്നതാ. ദൈവനാമത്തിന് വേണ്ടി ദൈവത്താൽ അനുഗ്രഹപ്പെട്ടതാ. അത് എനിക്കും എന്റെ കുടുംബത്തിനും അനുഭവിക്കാവുന്നതാ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആര് തരും? ദൈവം തരും. ദൈവം ഒരുവരെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവന്മേൽ വെച്ചിരിക്കുന്ന ദൂത് പോലല്ല മറ്റവന് വെച്ചിരിക്കുന്നത്. ദൈവം എല്ലാവർക്കും വെച്ചിരിക്കുന്ന ഒറ്റ ദൂതേ ഉള്ളൂ, നിത്യത. ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും പല രീതിയിലാണ്. ഒരാളെ അനുഗ്രഹിക്കുന്നത് പോലല്ല മറ്റേയാൾ ഒരാൾ അനുഭവിക്കുന്ന വേദന പോലല്ല മറ്റേയാൾ അനുഭവിക്കുന്നത്. പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവമക്കൾ അനുഗ്രഹപ്പെടുന്നത്. അപ്പൊ യോനയോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യോന ചെയ്യേണ്ട ജോലിയാണ്. യോനയുടെ കാട്ടി പ്രബലമായ പ്രവാചകന്മാരവിടെ, ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവരുണ്ട്. അവർക്ക് കൊടുത്തില്ല. യോനയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ യോന ചെയ്യേണ്ടതാ. അതിനാ യോനെ പറഞ്ഞു വിട്ടേക്കുന്നത്. യോന എന്ത് ചെയ്യുക? ദൈവം പറഞ്ഞതിനെ മാറ്റി വെച്ചിട്ട്, ദൈവം പറഞ്ഞ ദൂതെല്ലാം കേട്ടിട്ട് മാറ്റി വെച്ചിട്ട് അവൻ ഇഷ്ടമുള്ളിടത്തോട്ട് അവൻ പോയി. സ്തോത്രം. നമ്മൾ ഓർത്തോണം, ദൈവത്തെ വിട്ട്, ദൈവം പറഞ്ഞതിനെ വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര ഓടിയാലും എന്ത് ചെയ്യണം? തിരിച്ചു വരണം. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണപാഠമായി യോനയുടെ പുസ്തകം.
4 അധ്യായത്തിനകത്തുള്ള ഏറ്റവും വലിയ ഗുണപാഠം എന്തുവാ? നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു വന്നേ പറ്റൂ. പിന്നെ എന്ത് ചെയ്യണം? ഒന്നേന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങും. ഇത്രയും സമയം നമ്മുടെ വേസ്റ്റായി. ഈ പോകുന്നിടത്തെല്ലാം എന്ത് ചെയ്യും? ദൈവം കൊട്ട് തന്നുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ കൊട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ആ കൊട്ടുകളെല്ലാം എന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ് നമ്മളെ പ്രാണനെയോ ശരീരത്തെയോ ഒന്നും ദൈവം ജീവിക്കത്തില്ല. നമുക്ക് ഓരോ കൊട്ട് തന്നുകൊണ്ടിരിക്കും. വേദന, അയ്യോ ഇങ്ങനെ ജീവിക്കണ്ടായിരുന്നു, ഇങ്ങനെ ജീവിക്കുന്നതായിട്ട് മരിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള വേദനകളും കൊട്ടുകളും തന്ന് 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 അവസാനം നീ അന്നാ മറ്റുള്ളവന്റെ വേണ്ടി നിന്റെ തല കുനിക്കത്തുമില്ല. എവിടെ ചെന്നാലും നിന്റെ തല ഉയർത്തി തന്നെ ഇരിക്കും. പക്ഷെ കൊട്ട് നിനക്ക് കൊണ്ടുകൊണ്ടിരിക്കും, സമാധാനക്കേട് കൊണ്ടുകൊണ്ടിരിക്കും, സ്വസ്ഥതക്കേട്. പക്ഷെ എവിടെ ചെന്നാലും നിന്റെ തല കുനിയെ ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യും? റൗണ്ടായിട്ട് പിന്നെ വരും. ഇതിന്റെ അകത്ത് നല്ല ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാ, കറങ്ങാതെ ചെയ്യുന്നതാ. അതിന്റെ ഏറ്റവും വലിയ ഗുണപാഠമാണ് യോനെ വിട്ടു. യോനോട് പറഞ്ഞ ദൂത്, യോനെ അവിടുത്തെ ശക്തമേറിയ പ്രവാചകനാ, പേരുകെട്ട പ്രവാചകനാ. സ്തോത്രം. അതുകൊണ്ട് പിന്നെ യോനയുടെ പിതാവിന്റെ പേര് മുതൽ പറയുന്നത് ഇത്രയും വലിയ ശക്തനേറിയ ശുശ്രൂഷകനാ. പക്ഷെ ദൈവം പറഞ്ഞ ചെയ്തില്ല. എന്ത് ചെയ്തു? അവന്റെ ഇഷ്ടത്തിൽ പോയി. അവൻ പോയാലും റെഡിയായോ? വായിക്കും. അവരോട് കൂടെ തർശീശിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി. യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തർ താതാന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിനെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടുത്തട്ടിൽ ഉറങ്ങിക്കിടന്നു. സ്വന്തം ഒരു കാര്യം ഞാൻ പറയാം. ദൈവം പറയുന്ന അനുസരിക്കാതെ പോകുന്നവനെ ചേർത്ത് പിടിക്കുന്നവന്റെ കാര്യം കഷ്ടകാലം. ചേർത്ത് പിടിക്കുന്നവന്റെ കാര്യം കഷ്ടകാലമാണ്. തർശീസിലേക്ക് പോയ കപ്പലുകാര് വ്യാപാരികളാ. അവര് വ്യാപാരത്തിന് വേണ്ടി പോവുക. ഇതിനകത്ത് കയറിയിരിക്കുന്നവന്റെ ഒരുത്തന്റെ സ്വഭാവം മുഖാന്തരം, ഒരുത്തൻ ചെയ്ത പ്രവൃത്തി മുഖാന്തരം അവർ മൊത്തം അനുഭവിച്ചു. എന്ത് ചെയ്യുക? കടലില് കപ്പൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് കാറ്റ് പ്രതികൂലമായി, കപ്പലിന് പ്രതികൂലമായി. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആര് മുഖാന്തരമാണ്? അത് ഇരിക്കുന്നവര് മുഖാന്തരമല്ല. ദൈവത്താൽ വിളിക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവം പറയാതെ, അനുസരിക്കാതെ, ദൈവം പറയുന്നത് കേൾക്കാതെ അവന്റെ ഇഷ്ടപ്രകാരം പോയതിന് അവനെ അല്ല അടിക്കുന്നത്. ആരെ അടിക്കുന്നത്? അവനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന, അവനെ കയറ്റിയ കപ്പലാണ് അനുഭവിക്കുന്നത്. അതിൽ ഇരിക്കുന്നവരാണ് അനുഭവിക്കുന്നത്. അവരിതൊന്നും ഒരു വിഷയമേ അല്ല. കാര്യം ദൈവത്തെ അറിഞ്ഞ ദൈവമക്കൾക്ക് പൂർണ്ണമായിട്ട് അറിയാം. നമ്മളെ പ്രാണനെ തുടങ്ങി ആരറിയണം? ദൈവം അറിയണം. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നന്മ തരണേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരുപാട് നന്മ തന്നിട്ട് നമ്മൾ രോഗിയായിട്ട് കാര്യമുണ്ട്. നമ്മൾ നന്മ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? രോഗമില്ലാതെ നിൽക്കണം. ആരോഗ്യത്തോടെ, ബലത്തോടെ അത് അനുഭവിക്കാനും പറ്റണം. അല്ലാതെ അനുഭവിക്കേണ്ട സമയത്ത് നമുക്ക് ഇതൊന്നും അനുഭവിക്കാതെ കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ എന്ത് കാര്യം? ഇന്ന് പല കുടുംബവും കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ, അനുഭവിക്കാൻ പറ്റുന്നില്ല. അവർ അനുഭവിക്കേണ്ട കാലത്ത് അവർ അനുഭവിക്കാതെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുണ്ട്? അവർക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. കാര്യം രോഗിയ, ശാരീരികമായുള്ള വിഷയങ്ങളാണ്, പ്രയാസമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എപ്പോഴും കർത്താവെ കുറച്ചേ അനുഭവിക്കുന്നെങ്കിലും ആരോഗ്യത്തോട് അനുഭവിക്കാൻ പറ്റണം, ബലത്തോട് അനുഭവിക്കാൻ പറ്റണം, നന്മ അനുഭവിക്കാൻ പറ്റണം, ആ സന്തോഷം അനുഭവിക്കാൻ പറ്റണം. ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തോട് അടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ സന്തോഷത്തിനകത്ത് നിങ്ങൾ കാണും. അവരുടെ നന്മയ്ക്കകത്ത് നിങ്ങൾ കാണും. അവരുടെ തലമുറയുടെ നന്മയ്ക്കകത്ത് നിങ്ങൾ കാണും. ആര് കൊണ്ടുവരും? കർത്താവ് കൊണ്ടുവരും. കാര്യം എന്തുവാ? ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പലർക്കും ആ നന്മ ദൈവം കൊടുത്തിട്ടില്ല. പലരും ഉണ്ടാക്കി. പക്ഷെ അടുത്ത തലമുറ വന്നപ്പോഴേ അവരില്ല, അല്ലെങ്കിൽ അവർ രോഗിയായി പോയില്ലേ. സ്തോത്രം. മാതാപിതാക്കളെല്ലാം, മക്കള് വിദേശത്തുള്ള മാതാപിതാക്കളെല്ലാം പോണം, വിദേശത്തെല്ലാം പോണം. സ്തോത്രം. നന്മയെല്ലാം പ്രാപിക്കണം. പൊന്നു പോയി കഴിയുമ്പോഴ് ചിന്താമണി, സ്തോത്രം, മകളാമണി ആന്റി, മുരളിച്ചേട്ടനെല്ലാം പാസ്പോർട്ട് എടുത്ത് പോകണം. അതുപോലെ മുരളിച്ചേട്ടൻ പോകണം. സ്തോത്രം. ചിന്താമണി ആന്റി പോകണം. പ്രൈസ് മനോമനിസ്റ്റ് പോകണം. അമീൻ. സ്തോത്രം. ആന്റിയായിട്ട് സ്തോത്രം, അതല്ലേ തങ്കമനിസ്റ്റിനെ വിളിച്ചുകൊണ്ട് പോകണം. ഇതെല്ലാം പോയി കാണണം. ഇതെല്ലാം നമ്മളെ കുഞ്ഞുങ്ങൾ അനുഗ്രഹപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. ഇതെല്ലാം നടക്കില്ലയോ? ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല.
ഇതൊന്നും വലിയ സംഭവമല്ല. എനിക്ക് ഇവിടെ വന്ന പാസ്പോർട്ട് പറയുന്നത് പാസ്പോർട്ട് എന്നാ പാസ്പോർട്ട് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. 24 മണിക്കൂർ പാസ്പോർട്ട് കിട്ടും. പ്രൈസലോ. ഇതൊരു വിഷയമേ അല്ല. വിസ എന്ന് പറയുന്നത് വലിയൊരു വിഷയമേ അല്ല. പണ്ട് ഇതൊരു വിഷയമായിരുന്നു. ഇത് ഇപ്പൊ വിഷയമാണോ? പണ്ട് അമേരിക്കയും കാനഡയും ഇപ്പം വിഷയമാണ്. ഇപ്പൊ അതും വിഷയമല്ല. അതിന്റെ കൂടെ കർത്താവോട് കൊണ്ടുപോയിരിക്കുന്ന വിഷയമാണോ? പാസ്പോർട്ട് ഇല്ലാതെ നമ്മൾ കേൾപ്പിക്കും. ആ രീതി കർത്താവ് എന്തിച്ചാ കൊണ്ടുപോകും. ആ രീതി പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. കർത്താവിന് കഴിയും. നമ്മുടെ മക്കളെ നന്മകൾ നമ്മൾ കാണണം, സന്തോഷം അനുഭവിക്കണം. ഇതെല്ലാം ദൈവത്തിനെ കൊണ്ടുപോകാൻ ഒരു നിമിഷം മതി. ആമേൻ, സ്തോത്രം. ഈരാന്റി പറയുക കണ്ണ് കാണുന്നില്ല, കണ്ണ് കാണുന്നില്ല. ദൈവത്തിന്റെ ഒരുപാട് ദൂത് കിടക്കുക. ഈരാന്റി പറയുക അയ്യോ എന്നെ അങ്ങ് എടുത്തേക്കണം, എന്നെ എടുത്തേക്കണം, ദൈവത്തിന്റെ കൃപ മതി, എന്നെ എടുത്തേക്കണം. വിടുമോ? ദൈവം വിടുമോ? ദൈവം വാഗ്ദത്തം വെച്ചിട്ടുണ്ട്, ഊത് വെച്ചിട്ടുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. അത് കണ്ടു തന്നെ അത് കാണാൻ പറ്റും. ആ രീതിയിലേക്ക് ആര് കൊണ്ടുവരും? ദൈവം കൊണ്ടുവരും. നമുക്ക് ചെറിയൊരു പ്രതികൂലം വരുമ്പോഴേ അയ്യോ വിട്ടേ വിട്ടേ എന്ന് പറഞ്ഞിട്ട് തീരുമോ? പ്രതികൂലം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എടുത്തു പറയുന്നൊരു വാക്ക ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് മതി, ഇനി മതി. ഏലിയാവ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, മതി, ഇനി മതി. അപ്പൊ പറയാ, ഏലിയാവിനോട് പറയാ, നീ എഴുതേ, എനിക്ക് യാത്രയുണ്ട്. 40 ദിവസം ഓടാൻ തുടങ്ങിയത്, യാത്ര ചെയ്യാൻ തുടങ്ങി. സ്വത്രം നിന്റെ ശുശ്രൂഷ ബാക്കി കിടക്കുക, നീ മതി എന്ന് പറഞ്ഞ് എന്നെ വിടുവോ? അപ്പോഴെന്തുണ്ട്? ശുശ്രൂഷയ്ക്കകത്ത് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്. ദൈവമക്കളായിട്ട് ഇറങ്ങി തിരിക്കുമ്പോ, ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിൽ മേറിട്ട് ജീവിക്കുമ്പോ കഷ്ടവും പ്രയാസവും എല്ലാം ഉണ്ട്. അതൊന്നും വരാതിരിക്കത്തില്ല, അതെല്ലാം വരും. പക്ഷെ അതിനകത്തൊന്നും ആരും വീണു പോകത്തില്ല. നമ്മൾ വീണു പോകത്തില്ല. അതല്ലേ വേണ്ടേ? നമുക്ക് പനി വന്നു. പനി നമ്മളെ ഒരിക്കലും കിടക്കേ ആയുഷ്കാലം മുഴുവനും കിടക്കേ കിടന്നത്തില്ല. പനി വന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചാടി എഴുന്നേറ്റു, സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞ് പനി വരാതിരിക്കും. പനി വരും, പനി വരും. കാലാവസ്ഥ മാറിയാൽ പനി വരും. മഴവെള്ളം കൊണ്ടാൽ പനി വരും. നമ്മുടെ പ്രായം പല രീതിയിൽ പല രോഗം വരും എന്ന് പറഞ്ഞ് ഈ രോഗമൊന്നും ആരെ കീഴ്പ്പെടുത്തത്തില്ല, നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. പ്രാർത്ഥിച്ചോണം, എന്റെ ദൂത് എനിക്ക് അനുഭവിക്കണം. അത് ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, സൗന്ദര്യത്തോടെ, ബുദ്ധി ജ്ഞാനത്തോടെ എനിക്ക് അനുഭവിക്കണം. എന്റെ തലമുറയോടൊപ്പം എനിക്ക് അനുഭവിക്കണം. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം എനിക്ക് അനുഭവിക്കണം. എന്റെ ഭവനത്തെ തന്നിട്ടുണ്ടെങ്കിൽ, തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തലമുറയോട് അനുഭവിക്കണം. സ്തോത്രം. ആര് തരും? കർത്താവ് തരും. കർത്താവ് തരും. കർത്താവിനെ അത്ഭുതം ചെയ്യാൻ പറ്റും. കർത്താവിന് നന്മ തരാൻ പറ്റും. സ്തോത്രം. നമ്മുടെ തലമുറ മാത്രമല്ല, തലമുറ രക്ഷപ്പെടുമ്പോൾ അതിനോടൊപ്പം നമ്മളും രക്ഷപ്പെടും. ആര് രക്ഷപ്പെടുത്തും? കർത്താവ് രക്ഷപ്പെടുത്തും. സ്തോത്രം. ദൈവത്തിന്റെ നന്മയുണ്ടാവും, ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടാവും. സ്തോത്രം. സ്തോത്രം. തലമുറകൾ രക്ഷപ്പെടുമ്പോൾ ദൈവം നമ്മളെ അവിടെ കൊണ്ടുപോകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എല്ലാ നന്മകളും ദൈവം നമ്മളെയും കാണിക്കും, സന്തോഷം തരും. അപ്പൊ നമ്മൾ മതി മതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവം ദൂത് വെച്ചിട്ടുണ്ട്. ദൂത് വെച്ച കാലം വരെ ദൈവം എന്നിൽ വെച്ചിരിക്കുന്ന ദൂതുകളെല്ലാം എനിക്കത് നിവർത്തിയാക്കി തരണേ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അത് എനിക്കും എന്റെ കുടുംബത്തിന് നിവർത്തിയാക്കി തരണം. ഞാനും എന്റെ കുടുംബവും അത് അനുഭവിക്കണം. പ്രാർത്ഥിക്കണം. ദൈവം നിശ്ചയമായി നമ്മളെ തലമുറയും ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. അടുത്ത് കർത്താവിനെ വിട്ട് അവൻ കപ്പലിലേക്ക് പോയി. അടുത്തത് കണ്ടോ? ഇതൊന്നും പുള്ളിക്കാരന് വിഷയമേ. ഞാൻ പലപ്പോഴും ഉറപ്പുണ്ട്, തല പോകുന്ന വിഷയങ്ങൾ വന്നാൽ പോലും ദൈവമക്കൾക്ക് നമ്മൾ സ്വന്തം പുറത്തുള്ളൊരു മനുഷ്യൻ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയം ഒന്ന് അനുഭവിച്ചാൽ വീണു. നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയം അനുഭവിച്ചാൽ, നമ്മൾ അനുഭവിക്കുന്ന ചില പ്രതികൂലം അനുഭവിച്ചാൽ അവൻ എപ്പം കയറെടുത്തെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ നമ്മൾ അതിനകത്തുനിന്നെല്ലാം തരണം ചെയ്ത് പുറത്തു പോകും. നമ്മളെ ശത്രു പലപ്പോഴും പറയാറുണ്ട്, അവൻ വീണുപോയി ഇനി എഴുന്നേക്കത്തില്ല. ഇവൻ പറഞ്ഞു തരുന്ന മുമ്പേ നമ്മൾ എഴുന്നേറ്റ് പുറത്തു വരും. യോന ഇതൊന്നും അറിയുന്നില്ല. യോനയുടെ വിഷയമല്ല. കപ്പല് അങ്ങോട്ട് മറിയുന്നു, കപ്പൽ ഇങ്ങോട്ട് അറിയുന്നു, കടല് പോകുന്ന രീതിയിലെല്ലാം പോയിട്ട് യോനയ്ക്ക് ഇതെല്ലാം എന്ത് ചെയ്യുക? സ്പ്രിങ് കട്ടിൽ കിടക്കുന്ന സുഖം പോലെ യോന കിടന്ന് സുഖമായിട്ട് യോനയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. സ്പ്രിങ് യോന നേരത്തെ തടിപ്പുറത്താണെങ്കിൽ ഇപ്പം സ്പ്രിങ് കട്ടിലേക്ക് കിടക്കുക. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ യോന പോയിക്കൊണ്ടിരിക്കുക. യോന ഉണർന്ന് ഉറങ്ങുന്നു. മറ്റവന്മാർ മുഴുവൻ എന്ത് ചെയ്യുക? വെല്ലുവിളിക്കുക. ഇന്ന് പ്രിയനെ മക്കളെ, ഒരു കാര്യോട് ഞാൻ ഇതിനകത്ത് ദൂത് പറയാം. നിനക്കെതിരെ വാദിക്കുന്ന ചില വ്യക്തികളെ ദൈവം സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. അവിടെ നീ സമാധാനത്തോടെ കിടന്നുറങ്ങും. നിന്റെ ദേശത്തിനകത്ത്, ഭവനത്തിനകത്ത് നിന്നെ അവിടുന്ന് തുരത്തണമെന്ന് പറയുന്ന അനേകരുണ്ട്. നിന്നെ ആ ദേശത്തുനിന്ന് എടുത്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്നെ ആ ദേശത്ത്
ഓടി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവന്റെ മേൽ സമാധാനം കാണത്തില്ല, അവന് സന്തോഷം കാണത്തില്ല. പക്ഷെ നിനക്ക് സമാധാനവും സന്തോഷവും കാണും. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും നീ സുഖമാറ്റങ്ങൾ പറഞ്ഞു. കാര്യം നീ ഏൽപ്പിച്ചിരിക്കുന്ന നായകൻ വേറെയാ. യേശു ക്രിസ്തു എന്ന് പറയുന്ന നായകല്ല നിന്റെ പ്രശ്നങ്ങളെ മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്നത്. അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലല്ല. നമുക്ക് ജീവനുള്ള ഒരു നായകനുണ്ട്, യേശു ക്രിസ്തുവുണ്ട്. ആ യേശു ക്രിസ്തുവിന്റെ ഭവനമാ നിന്റെ ഭവനം. നിന്റെ ഭവനമാ യേശു ക്രിസ്തുവിന്റെ ഭവനമാ. നിന്റെ തുടങ്ങി യേശു ക്രിസ്തു അറിയണം. Hallelujah. Amen. സ്തോത്രം. ദൈവത്തിന്റെ ശക്തി വരെ ദൂത് ഞാൻ പറയാം. മുല്ലച്ചേട്ടനെ കുറിച്ച് പറയുക, ദൂത് പറയുക. ആ ഭവനത്തെ, ആ ദേശത്തു നിന്ന് എടുത്തു കളയാൻ പലവട്ടം പല വ്യക്തികൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തികളെ ദേശം വിട്ടുപോയതല്ലാതെ അവൻ നിങ്ങളവിടുന്ന് വിട്ടുപോയിട്ടില്ല. നിങ്ങളെ അവിടെ നിലനിർത്തിക്കൊണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ദൂതുകൾ കർത്താവിന് വലുതായതുകൊണ്ട് കർത്താവ് നിലനിർത്തി വെച്ചിരിക്കുന്നത്. കാര്യം കർത്താവിന് നിങ്ങളെ മാനിക്കാറുണ്ട്. ഈ കുടുംബത്തെ ഞാൻ ഇവിടുന്ന് ഓടിക്കും. ഈ കുടുംബം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പലരും പല രീതിയിൽ പറഞ്ഞു നോക്കി. അവർക്ക് അവർ ദേശം വിട്ട് പോയതല്ലാതെ നിങ്ങൾ പോയില്ല. വീണ്ടും ദൈവം നിങ്ങളെ ഓരോ ദിവസവും ആ ദേശത്ത് ഉയർത്തുന്നതിന്റെ കാര്യം യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഭവനമായതുകൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും അവൻ സമാധാനത്തോടെ ഉറങ്ങും. അവൻ സമാധാനത്തോടെ ഇരിക്കും. പക്ഷേ അവനെ പലർക്കും എന്തില്ല, ദേശത്തിനകത്ത് പട്ടണത്തിനകത്ത് സമാധാനം സന്തോഷമില്ലാതെ ഓടുമ്പോഴും നിനക്ക് എന്തില്ല, ഒന്നിനും കുറവില്ല. ദൈവം ഒരിക്കലും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏലിയാവ്. ദൂത് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ നേരെ തോടിനരികെ പോയിരിക്കും. സമയം അവിടെ പലരും പട്ടിണി ഇരിക്കുമ്പോൾ, അവർക്ക് ആഹാരമില്ലാതിരിക്കുമ്പോൾ ഇവിടെ അപ്പോ ഇറച്ചി നിന്ന് സുഖമായിട്ടിരിക്കും. ആര് കൊണ്ടുവരുക? കൊണ്ടുവരുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരുപാട് ശുശ്രൂഷയൊന്നും ചെയ്യേണ്ട, കുറച്ച് ചെയ്താൽ മതി. ആ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് എന്ത് ചെയ്താൽ മതി? വിശ്വസ്തത പാലിച്ചാൽ മതി. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്ത പാലിച്ചാൽ മതി. ചെറുത് മതി, കുറച്ച് മതി, പക്ഷേ ആ ചെയ്യുന്നതായിരിക്കണം. ഏലിയാവ് കൂടുതലൊന്നും ചെയ്തില്ല. ഏലിയാവ് എന്ത് ചെയ്തു? വലിയ കാര്യം പറഞ്ഞിട്ട് എവിടെ വന്നിരിക്കുക? തോടിനരിയിരിക്കുക. രാജകൊട്ടാരത്തിനകത്ത് വരെ പട്ടിണിയുടെ അവസ്ഥ, രാജകൊട്ടാരത്തിനകത്ത് വരെ സമാധാനമില്ല, സന്തോഷമില്ല. ഇവിടെ തോടിനരികെ ഇരിക്കുന്നവൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. ഒരു ദിവസം നോക്കിയപ്പോൾ വെള്ളം പറ്റാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, വെള്ളം തീരുന്ന മുമ്പേ കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്താൽ മതി? സറാഫത്തിലേക്ക് ചെല്ല്, അവിടെ ഞാൻ ഒരു വിധവയുടെ വീട് നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ എന്തുണ്ട്? ആഹാരം. അവിടെ അപ്പമുണ്ട്, അടയുണ്ട്. ഇവിടെ ഇറച്ചിയല്ലായിരുന്നു, പിന്നെ അവിടെ അടയായി. അപ്പോഴും വിധവ അറിയുക, ഞങ്ങൾ പട്ടിണി കിടക്കുക, ഞങ്ങൾക്ക് ആകെ ഒരു പിടി മാവേ ഉള്ളൂ. ഒരു വിധവയെ ദൈവം കരുതൽ നോക്കിക്കോണേ. സ്തോത്രം. അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവരെ കരുതൽ നോക്കിക്കോണേ. ദൈവപുരുഷനെ അങ്ങോട്ടാ വിട്ടെ. ബൈബിൾ പറയുന്നു, സറാഫത്തിൽ അനേകം വിധവമാരുണ്ട്, അവരുടെ വീട്ടിലേക്കല്ല അയച്ചു. കാര്യം എന്തുവാ? പറഞ്ഞാൽ അനുസരിക്കുന്നുള്ള വീട്ടിലേക്ക് അയച്ചു. അനുസരിക്കുന്ന വീട്ടിലേക്ക് അയച്ച്. സ്തോത്രം. എന്തുവാ? അവളെ വീട്ടിൽ ചെന്നപ്പോ അവള് സത്യാവസ്ഥ ഉടനെ പറഞ്ഞു. ദൈവപുരുഷൻ പറഞ്ഞു, പോയിട്ട് അട ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അവൾ എടുത്തു പോയി പറഞ്ഞു, ഇച്ചിരി മാവ്, അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാനും എന്റെ മോനും കഴിച്ചിട്ട് മരിക്കാൻ ഇവിടെ വേറെ മാവൊന്നുമില്ല. സത്യാവസ്ഥ അവൾ പറഞ്ഞു. ഉടനെ ദൈവപുരുഷൻ പറഞ്ഞു, ആദ്യം ഞാൻ പറയുന്ന അനുസരിച്ച്. ഉടനെ അവൾ നിന്നൊന്നും മിണ്ടിയില്ല. എന്ത് ചെയ്തു? അവളും മോനും കഴിച്ച് മരിക്കാൻ വെച്ച അട എന്ത് ചെയ്തു? ആദ്യം കൊണ്ട് ആർക്ക് കൊടുത്തു? ദൈവപുരുഷൻ കൊടുത്തു. അതുകൊണ്ട് എന്തുണ്ടായി? പല വീട്ടിലും പട്ടിണിയായി കിടന്നപ്പോൾ ഇവിടെ വീട്ടിൽ അട ഉണ്ടാക്കാനുള്ള മാവ് ഒന്നുകൊണ്ട് ഒരിക്കലും എന്തില്ല, ഒരു ക്ഷാമമാണ്. കർത്താവ് പറയുന്ന അനുസരിച്ച് കർത്താവിന് വേണ്ടി കൊടുത്ത്, അല്ലെങ്കിൽ കർത്താവ് പറയുന്ന അനുസരിച്ച് കർത്താവിന് വേണ്ടി ചെയ്ത്, കർത്താവ് പറയുന്നത് കേട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ കുടുംബത്തിനകത്ത് എന്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല.
അവനെന്ത് ചെയ്യും? സുഖജമായി സന്തോഷത്തോടെ. മറ്റുള്ള പല ഭവനത്തിനകത്ത് സമാധാനം സന്തോഷമില്ലാതെ ഓടുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം സന്തോഷം ആര് തരും? കർത്താവ് തരും. കർത്താവ് തരും. ഇന്ന് പകലൊന്ന് വിശ്വസിക്കുക ദൈവമക്കളെ, എന്റെ ദൈവം എന്നെ കരുതും. സ്തോത്രം. കപ്പലിനകത്ത് സമാധാനമില്ലാതെ ഓടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെയെല്ലാം നിൽക്കണമെന്ന് അറിയത്തില്ല. സമാധാനമില്ലാതെ ഓടുമ്പോൾ അതിൽ സമാധാനത്തോടെ ഒരുത്തൻ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക. കാര്യം ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ തുടണമെങ്കിൽ ആരറിയണം? ദൈവം അറിയണം. അവൻ ദൈവത്തിൽ നിന്ന് വിട്ടു പോയിട്ട് പോലും, ദൈവം പറയുന്നത് അനുസരിക്കാതെ പോയിട്ട് പോലും അവന്റെ ഉറക്കത്തെ എന്ത് ചെയ്യുന്നില്ല? ദൈവം എടുത്തുന്നില്ല. അവന് ഉറങ്ങാനുള്ള സുഖം കൊടുത്തു. സന്തോഷത്തോടെ അവൻ എന്ത് ചെയ്യുക? ഉറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രിയ മക്കളെ, നമ്മൾ ദൈവത്തെ കണ്ട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടുത്തുവാൻ ആര് സമ്മതിക്കുന്നില്ല? കർത്താവ് സമ്മതിക്കുന്നു. എന്റെ നിരാശകളെല്ലാം മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എന്റെ നിരാശകളെല്ലാം മാറ്റുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് പൂർണ്ണ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും എഴുന്നേൽക്കും. ദൈവസന്നിധിയിലേക്ക് ഒരു പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിരാശകളെ മാറ്റുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. നിരാശയോടെ ആ വികാകളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. കർത്താവേ, ഏതെല്ലാം രീതി കൂടെ നിരാശകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും എന്റെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ഇന്ന് പകൽ ഞാൻ അതിനകത്ത് വിശ്വസിക്കാൻ പോവുക. ഞാൻ നിരാശപ്പെട്ട് കഴിഞ്ഞ നിമിഷം വരെയും കണ്ണുനീരൊഴുക്കിയ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഇന്ന് പകൽ ഈ നിമിഷം ഇപ്പോൾ ദൈവം അതിനകത്തൊരു വിടുതൽ തരാൻ പോവുക. ഒരാശ്വാസം തരാൻ പോവുക. ഒരാശ്വാസം തരാൻ പോവുക. പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചു. ഇന്ന് പകല് ആശ്വാസം നൽകുന്ന ഒരു കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാ വിഷയത്തിനകത്തും ആശ്വാസം പകരുന്ന ഒരു കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകലെന്റെ ദൈവം എന്നെ തൊടുവോ? ഇന്ന് പകലെന്റെ ദൈവം എന്നെ തൊടുവോ? ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് എന്റെ ദൈവം ഇറങ്ങി വരുവോ? ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് എന്റെ ദൈവം ഇറങ്ങി വരുവോ? ഇന്ന് പകല് ദൈവത്തിന്റെ മറുപടി ഉണ്ടാവും.